Thank you, Dr. Dhanesh. Thank you, Dr. Indranil. All doctors in English session, നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്ന് വരുന്ന മലയാളം വെബ് പരമ്പരയുടെ 1744 ദിവസം. ഇന്നത്തെ മലയാളം സെഷനിൽ നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത് ഡോക്ടർ ബിന്ദു ജോൺ പുൽപ്പറമ്പിലാണ്. ഡോക്ടർ ബിന്ദു ജോണിന്റെ ഇന്നത്തെ ക്ലാസ് ശ്രവിക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ ആദരപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ബിന്ദു ജോൺ പുൽപ്പറമ്പിനെ കുറിച്ച് പറയാൻ ആണെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഡോക്ടർ ബിന്ദു ജോൺ BHMS MD കരസ്ഥമാക്കിയിട്ടുള്ള ഡോക്ടറാണ്. കൂടാതെ അമേരിക്കയിലെ ഹ്യൂസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പാലിയേറ്റീവ് കെയറിൽ ഡിപ്ലോമ നേടിയിട്ടുണ്ട്. കൂടാതെ പല രാജ്യങ്ങളിലും പേപ്പർ പ്രസന്റേഷൻ നടത്തിയിട്ടുള്ള ഡോക്ടറാണ്. അതുപോലെ തന്നെ ഇന്നത്തെ വിഷയം ക്യാൻസർ ചികിത്സയിൽ സംയോജിത ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ്. അത് ചൈനയിൽ അങ്ങനെ ഒരു പദ്ധതി രൂപം കൊള്ളുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയുവാനാണ് ഇന്ന് ഡോക്ടർ എത്തുന്നത്. ഡോക്ടർ എത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ജോയിൻ ചെയ്യും, ഞാൻ വിളിച്ചിട്ടുണ്ട്, ജോയിൻ ചെയ്യും. അതായത് നമുക്കൊരു ഈശ്വര പ്രാർത്ഥനയും കൂടെ കഴിയുമ്പോഴേക്കും നമുക്ക് ഈശ്വര പ്രാർത്ഥനയോടുകൂടി തുടങ്ങാം. അപ്പോഴേക്കും ഡോക്ടർ എത്തുമെന്ന് വിചാരിക്കും. നന്ദി. അതുപോലെ തന്നെ ഡോക്ടർ കേരളത്തിൽ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിൽ പാലിയേറ്റീവ് കെയർ പ്രോജക്റ്റ് നല്ല രീതിയിൽ അതിന്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ കൂടിയാണ് ഡോക്ടർ ബിന്ദു ജോൺ പുൽപ്പറമ്പിൽ. വളരെ നല്ല രീതിയിൽ തിരുവനന്തപുരം ജില്ലയിൽ ഈ പാലിയേറ്റീവ് കെയർ പ്രോജക്റ്റ് നടന്നു വരുന്നു. ഒരുപാട് അതുപോലെ തന്നെ ഒരു പാലിയേറ്റീവ് സെക്ഷൻ തന്നെ തിരുവനന്തപുരത്ത് പ്രത്യേക ഒരു വിഭാഗം അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ മൊബൈൽ യൂണിറ്റുകളും ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അതൊക്കെ ഡോക്ടർ തന്നെ പല ക്ലാസ്സുകളിലായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ഇന്ന് മറ്റൊരു വിഷയവുമായാണ് ഡോക്ടർ എത്തുന്നത്. ഡോക്ടർ എത്തുന്നത് വരെ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഷോർട്ടായിട്ട് വിവരിക്കുന്നതിന് വേണ്ടി ഡോക്ടർ മനോജിനെ ക്ഷണിക്കുക. അതെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ്. കാരണം ഇന്റഗ്രേറ്റീവ് ഓൺകോളജി, ചൈന എന്ന് നമുക്കറിയാം വലിയ രാജ്യമാണ്, 150 കോടി ജനങ്ങളുടെ രാജ്യമാണ്, സെക്കൻഡ് വേൾഡ് എക്കണോമിക് പവർ ആണ്. അപ്പൊ അവിടെ ഇങ്ങനെ ഒരു മൂവ്മെന്റ് നടക്കുമ്പോൾ തീർച്ചയായിട്ടും അത് മെഡിക്കൽ വേൾഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും വലിയൊരു അളവില്. അപ്പൊ അതിനായിട്ട് നമ്മളൊരു ഡോക്ടറോടെ പോവുകയും ജോയിൻ ചെയ്യുന്ന നിസ്സാര കാര്യത്തിൽ മാത്രമല്ല, റീസെന്റ് ആയിട്ട് തന്നെ ഒരുപാട് കോൺഫറൻസിൽ പങ്കെടുത്തു. സ്വിറ്റ്സർലൻഡിൽ പോയിരുന്നു, കാനഡയിൽ പോയിരുന്നു. റിയൽ ഇന്റർനാഷണൽ സ്റ്റാർ നമുക്ക് പറയാം തീർച്ചയായിട്ടും. അപ്പം ഒരു വർഷം ഇരിക്കുന്ന ഒരു 8-10 സെമിനാറുകളെങ്കിലും ഇന്റർനാഷണൽ ലെവലിലേക്ക് പോകുന്നുണ്ട്. മാത്രമല്ല പലപ്പോഴും മെറ്റാസ്റ്റേഴ്സ് കേസുകൾ പലപ്പോഴും ഈ മാനേജ് ചെയ്യാൻ ക്യൂർ ചെയ്യുന്നുണ്ട്. അതാണ് പ്രത്യേകത. നമ്മൾ പൊതുവെ സാധാരണ ഈ മാലിഗ്നൻസി കേസുകൾ പലതും എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്യാൻ. പക്ഷേ ബിന്ദു അങ്ങനെയുള്ള ഒരു പെർഫെക്റ്റ് ഹോമിയോപ്പതി മെത്തേഡിൽ മാനേജ് ചെയ്യാൻ ഡോക്ടർ ബിദോൽ കാസിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യയോടെയാണ് ബിന്ദു ഡോക്ടർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ബിന്ദു ഡോക്ടർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഡോക്ടർ ബിന്ദുവിനെ കുറിച്ചുള്ള വിവരണങ്ങളെല്ലാം ഞങ്ങള് നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഔദ്യോഗിക വിവരണങ്ങളെല്ലാം നടത്തി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രത്യേക വിഷയവുമായിട്ടുള്ള ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് ഡോക്ടർ ബിന്ദു ജോൺ പുൽപ്പറമ്പിലിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഡോക്ടറെ ക്ലാസ് തുടങ്ങും. എല്ലാവർക്കും നന്ദി. ഈ ഒരു പ്ലാറ്റ്ഫോം എപ്പോഴും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ്. നമുക്ക് ഇന്ററാക്ട് ചെയ്യാനും ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വീണ്ടും ക്ഷണം കിട്ടിയതിനുള്ള നന്ദി ആദ്യം തന്നെ അറിയിക്കുകയാണ്. ഡോക്ടർ മനോജ്, ഡോക്ടർ ധനീഷ്, എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു പ്രസന്റേഷൻ ഉദ്ദേശിക്കുന്നത് ചൈനയിലെ ഒരു ഇന്റഗ്രേറ്റീവ് ഓങ്കോളജി കോൺഫറൻസിൽ നടന്ന ഒരു പ്രസന്റേഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ചൈനയിൽ ഒരു ഇന്റഗ്രേറ്റീവ് ഓങ്കോളജിയുടെ ഒരു സാധ്യതകൾ ഉള്ള ഒരു അവസരം കിട്ടുന്നത്. അപ്പൊ അത് പ്രകാരമാണ് ഞാൻ ആ കോൺഫറൻസിൽ പങ്കെടുത്തത്. അപ്പോൾ ശരിക്കും ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു. നോർമലി ഒരു യൂറോപ്യൻ
കാഴ്ചപ്പാടിൽ നിന്നും നമ്മൾ ഒരു ഹോമിയോപ്പതിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ പോലെ ആണോ എന്നുള്ള ഒരു ആശങ്ക ആദ്യം തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊരു വലിയൊരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു കോൺഫറൻസ് ആണ് എന്നുള്ളത് അവിടെ ചെന്നപ്പോൾ തന്നെയാണ് മനസ്സിലായത്. ഇത് ആൻഹ്യൂയി പ്രോവിൻസില് ഹുവാങ് ഷാങ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ കോൺഫറൻസ് നടന്നത്. അപ്പൊ ഈ ഒരു കോൺഫറൻസിൽ ഒരു ഹോമിയോപ്പത്തായിട്ട് ഞാൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവിടെ ചൈനയില് ഹോമിയോപ്പതി എന്ന് പറയുന്നത് ഒരു സിസ്റ്റമായിട്ട് ഇതുവരെ ഡെവലപ്പ് ചെയ്തിട്ടില്ല. അതായത് അവിടുത്തെ കോളേജസിലൊന്നും അങ്ങനെ ഒരു ഹോമിയോപ്പതിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഹോമിയോപ്പതിയുടെ ഒരു കോഴ്സ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടില്ല. എന്നിരിക്കലും അവിടെ ക്യാൻസറിന്റെ ഒരു പെർവ്യൂവില് ഒരു ക്യാൻസറിന്റെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു ഇതിലനുസരിച്ച് വളരെ കൂടി വരുന്ന ഒരു പ്രവണത കാണിക്കുന്ന ഒരു രാജ്യമാണ്. അവിടുത്തെ ജനസംഖ്യയുടെ ഒരു തലത്തിലും പിന്നെ ഇപ്പൊ അവരുടെ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ഇപ്പൊ ഗ്ലോബൽ ക്യാൻസർ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ഏകദേശം ഒരു ഗ്ലോബോ ക്യാൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷണൽ സർവേ അനുസരിച്ച് ഏകദേശം ഓരോ വർഷവും 19 മില്യൺ ന്യൂ ക്യാൻസർ കേസസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അപ്പൊ അതിനകത്ത് തന്നെ ഏകദേശം 10 മില്യൺ ക്യാൻസർ ഡെത്തുകളാണ് സംഭവിക്കുന്നത്. അപ്പൊ ഈ 19 മില്യണിൽ നിന്ന് ക്യാൻസർ ഡെത്ത് ഏകദേശം ഏതൊക്കെ ട്രീറ്റ്മെന്റ്സ് കൺവെൻഷണൽ ട്രീറ്റ്മെന്റ്സ് അണ്ടർഗോ ചെയ്ത് കഴിഞ്ഞാൽ പോലും 9 മില്യൺ ക്യാൻസർ രോഗികൾ മാത്രമാണ് പിന്നീട് സർവൈവേഴ്സ് ആയിട്ട് കാണുന്നുള്ളൂ. ഇപ്പൊ ചൈനയുടെ ഒരു കണക്കില് ശരിക്കും ഏകദേശം ഒരു 4 മില്യൺ ക്യാൻസർ രോഗികളാണ് എല്ലാ വർഷവും വരുന്നത്. അപ്പൊ ഈ 4 മില്യണിൽ ഏകദേശം 3.5 മില്യൺ ക്യാൻസർ ഡെത്തുകളും വരുന്നുണ്ട്. അപ്പൊ ശരിക്കും ഒരു ക്യാൻസർ ഡെത്തിന്റെ മോർബിഡിറ്റി മോർട്ടാലിറ്റി വളരെ കൂടുതലായിട്ടുള്ള ഒരു പ്രവണതയാണ് അവിടെ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഹോമിയോപ്പതി എന്ന് പറയുന്ന ഒരു സിസ്റ്റം അവരുടെ നാഷണൽ ട്രീറ്റ്മെന്റ് ഗൈഡ് ലൈൻ പ്രകാരം ഇല്ലെങ്കിൽ പോലും ഒരു ഇന്റഗ്രേറ്റീവ് അപ്രോച്ച്, ഒരു ഇന്റഗ്രേറ്റീവ് ഓങ്കോളജിയുടെ തന്നെ ഒരു പെർസ്പെക്റ്റീവിൽ എങ്ങനെ മറ്റുള്ള ചികിത്സാ രീതികളെ കൺവെൻഷണൽ ട്രീറ്റ്മെന്റ്സിന്റെ കൂടെ നമ്മുടെ കോംപ്ലിമെന്ററി ആൻഡ് ഓൾട്ടർനേറ്റീവ് സിസ്റ്റംസ് ആഡ് ചെയ്തുകൊണ്ട് ക്യാൻസർ രോഗികളുടെ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് അവര് 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തത്. അത് ശരിക്കും ഒരു ക്യാൻസർ ട്രീറ്റ്മെന്റില് കൺവെൻഷണൽ ട്രീറ്റ്മെന്റിന് പകരം എന്നുള്ളതിനെക്കാട്ടിലും ഒരു ക്യാൻസർ പേഷ്യന്റിന്റെ സർവൈവൽ റേറ്റ്, അവരുടെ ഒരു ആയുർദൈർഘ്യത്തിന്റെ വർധനവ്, ജീവിത നിലവാരത്തിന്റെ മെച്ചപ്പെടുത്തല്, പിന്നെ അവരുടെ ട്രീറ്റ്മെന്റ് കീമോ റേഡിയേഷൻ സർജറി കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എങ്ങനെ അഡ്രസ് ചെയ്യപ്പെടാം, അതിന് ബാക്കി മറ്റേതെങ്കിലും സിസ്റ്റംസോ തെറാപ്പീസോ ഇൻകോർപ്പറേറ്റ് ചെയ്താൽ എങ്ങനെയായിരിക്കും അതിന്റെ പോസിബിലിറ്റി എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഹോമിയോപ്പതി എന്നുള്ളൊരു സിസ്റ്റം എന്താണെന്നും ഹോമിയോപ്പതിയുടെ ഒരു ഇന്റർവെൻഷനിൽ ക്യാൻസർ ട്രീറ്റ്മെന്റിൽ എങ്ങനെ നമുക്ക് ക്യാൻസർ പേഷ്യൻസിൽ ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ക്വാളിറ്റി ഓഫ് ലൈഫ്, ഒരു ഇൻക്രീസ്ഡ് സർവൈവൽ പീരീഡ് ആൻഡ് സൈഡ് എഫക്ട്സ് ഓഫ് കൺവെൻഷണൽ ട്രീറ്റ്മെന്റ്, അങ്ങനെ പേഷ്യൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങളിൽ എത്രത്തോളം മെച്ചം ഉണ്ടാക്കാൻ ഹോമിയോപ്പതിക്ക് സാധിക്കും. അപ്പൊ ഹോമിയോപ്പതിയുടെ പ്രിൻസിപ്പിൾസ് എന്താണ്, ഹോമിയോപ്പതി എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, ഹോമിയോപ്പതി ക്യാൻസർ ചികിത്സയിൽ എങ്ങനെയാണ് കാഴ്ചപ്പാട്, ഈ 3 കാര്യങ്ങളായിരുന്നു എനിക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് തന്നിരുന്നത്. അപ്പൊ അതിന്റെ ഓഡിയൻസ് 1200ഓളം പേരുള്ള ഒരു വലിയ ഒരു ഓഡിയൻസ് ആയിരുന്നു. ആ ഓഡിയൻസ് എല്ലാം കൺവെൻഷണൽ അലോപ്പതിക് ഓങ്കോളജിസ്റ്റ് ആയിരുന്നു. അതിനകത്ത് 16 രാജ്യങ്ങളിൽ നിന്നും ഡെലിഗേറ്റ്സ് ഉണ്ടായിരുന്നുവെങ്കിലും ഹോമിയോപ്പത്സ് ആയിട്ട് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. മാത്രവുമല്ല കൂടുതലും അവര് ചൈനയുടെ മറ്റുള്ള പ്രോവിൻസസിൽ നിന്നുമുള്ള മേജർ ഓങ്കോളജി ഹോസ്പിറ്റൽസിലെ മേജർ
സീനിയർ ഓങ്കോളജിസ്റ്റുകൾ നിർബന്ധമായും, അതായത് ഡയറക്ടർ തലത്തില് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഒരു ഡിപ്പാർട്ട്മെന്റൽ HOD അങ്ങനെയുള്ള സീനിയേഴ്സ് ആയിരുന്നു കൂടുതലും അവിടെ. ഒരു കാര്യം ചോദിച്ചോട്ടെ ഡോക്ടർ, ഇടയ്ക്ക് ഡോക്ടർക്ക് എങ്ങനെയാണ് ഈ ക്ഷണം കിട്ടിയത്? ഞാൻ കഴിഞ്ഞ വർഷവും അതിന് മുമ്പിലത്തെ വർഷവും സ്വിറ്റ്സർലൻഡില് ഒരു കോൺഫറൻസിൽ പേപ്പർ അവതരിപ്പിക്കുകയുണ്ടായി. അതിനകത്ത് ഹോമിയോപ്പതിക് പോസിബിലിറ്റീസ് ഓഫ് ക്യാൻസർ ട്രീറ്റ്മെന്റ് എന്നുള്ളൊരു വിഷയം തന്നെയാണ്. അതായത് ക്യാൻസറിൽ എങ്ങനെയാണ് ഹോമിയോപ്പതിക്ക് ഇന്റർവീൻ ചെയ്യാവുന്നത് എന്നുള്ള ഒരു പേപ്പർ ഞാൻ സ്വിറ്റ്സർലൻഡില് 2024 ലൗസൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചും 2023 ജനീവയിൽ വെച്ചിട്ടും പേപ്പർ അവതരിപ്പിച്ചു. അപ്പോ ആ ഒരു പ്ലാറ്റ്ഫോമിൽ പേപ്പർ പ്രസന്റ് ചെയ്യപ്പെട്ടത് കൊണ്ടാണ് അവർ സ്പെസിഫിക്കലി ഇൻവിറ്റേഷൻ ലെറ്ററിൽ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇത് വെച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്തത്. അപ്പൊ എനിക്കും ഒരു അത്ഭുതമായിരുന്നു, കാരണം എങ്ങനെയാണ് ഇൻവിറ്റേഷൻ വന്നതെന്നുള്ളത്. അപ്പൊ അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇൻവൈറ്റ് ചെയ്തത്. അപ്പൊ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഓഡിയൻസ് സീനിയർ ആയിട്ടുള്ള അവര് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആയിരുന്നു. അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പ്രസന്റേഷൻസ് ആദ്യത്തെ ദിവസം പ്രസന്റേഷൻസ് നടത്തി. അവര് ഇൻവൈറ്റ് ചെയ്തത് മെയിൻ ആയിട്ട് ഞാൻ അത് വായിക്കാം. ഒരു സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഒരു ഡോക്ടർ, കാനഡയിൽ നിന്നുള്ള ഒരു ഓങ്കോളജിസ്റ്റ്, ജർമ്മനി, ഫ്രാൻസ്, പിന്നെ വീണ്ടും സ്വിറ്റ്സർലൻഡിലെ ഒരാള്, പിന്നെ ചൈനയിൽ നിന്നും ഒരു പ്രസന്റർ. അതിന്റെ കൂടെയാണ് ഞാൻ. അപ്പം ഒരു 7 പേരായിരുന്നു പ്രസന്റ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പം ഈ പ്രസന്റേഷൻസ് കഴിഞ്ഞിട്ട് ഇതിന്റെ സെക്കൻഡ് ഡേ ഇതിന്റെ ടേബിളിൽ ഓരോരുത്തരുടെയും ഓരോ പ്രോവിൻസിൽ നിന്ന് ഓരോ ഹോസ്പിറ്റൽസിൽ നിന്ന്, അത് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ആൻഡ് ക്യാൻസറിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഓങ്കോളജി സെന്റേഴ്സ്, അതിനകത്തെ അറ്റ്ലീസ്റ്റ് 2 പേര്, ഏറ്റവും സീനിയർ മോസ്റ്റ് ആൻഡ് സെക്കൻഡ് താഴെ ലെവലിൽ, അപ്പൊ ടോപ്പ് 1 and 2 ലെവലിലുള്ളവര് ആണ്. എന്നിട്ട് അവരെ പ്ലാറ്റ്ഫോമിലേക്ക് വിളിച്ചിട്ട് ഞങ്ങളുടെ പ്രസന്റേഷൻസിൽ, അതായത് ഓരോരുത്തരുടെ പേര് പറഞ്ഞത്, നമ്മുടെ 7 പേരുടെയും ടോപ്പിക്കില് അവരുടെ കമന്റ്സ്, ഇവാലുവേഷൻ, അങ്ങനെ ഒരു മോഡറേഷൻ വഴി, എന്നിട്ട് ആ മോഡറേറ്റർ ഫൈനൽ കമന്റ് പറയുന്നത്. അപ്പൊ അതായത് ഈ 1200 പേര് വളരെ സീരിയസ് ആയിട്ട് ത്രൂ ഔട്ട് ഇത് പങ്കെടുത്തു എന്ന് മാത്രമല്ല, നമ്മൾ പറഞ്ഞ പോയിന്റ്സിൽ അവർ ഡിസ്കസ് ചെയ്തിട്ട് നമ്മളെയും കൂടെ ഇരുത്തിക്കൊണ്ട് ആ ചർച്ച പൂർത്തീകരിച്ച ഒരു വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. അതായത് ജസ്റ്റ് ആ സെമിനാർ കണ്ടിട്ട് ഇറങ്ങിപ്പോയ ഒരു രീതിയല്ല. അപ്പൊ ഞാൻ തന്നെ അതിശയിച്ചു. ഞാൻ പറഞ്ഞ പോയിന്റ്സ് അത് തന്നെ തിരിച്ചു പറഞ്ഞിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പൊ അത്ര സീരിയസ് ആയിട്ടാണ് അവരത് കേട്ടത്. അവര് സീനിയർ ആയിട്ടുള്ളവരായിരുന്നു. അപ്പൊ ഇതിനെ ഉദ്ദേശിക്കുന്നത് ഈ ഒരു കോൺഫറൻസിൽ ശരിക്കും അവരൊരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ്. അതായത് വിവിധ സിസ്റ്റംസ് വിവിധ രാജ്യങ്ങളിൽ എങ്ങനെയാണ്, അപ്പൊ നമ്മൾ അതിനകത്ത് എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹോമിയോപ്പതി അത് അവർ പ്രിൻസിപ്പൾസ് സഹിതം മനസ്സിലാക്കാൻ ശ്രമിച്ചു. അത് ചൈനയിൽ പ്രായോഗികമാണോ എന്നുള്ള ഒരു വശം ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇത് വിവിധ സെന്റേഴ്സിൽ ഇത് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത്, പിന്നെ ഇതിന് ഒരു യൂണിഫോമിറ്റി എങ്ങനെ കൊണ്ടുവരാം, ഇതിന്റെ സ്റ്റാൻഡർഡൈസ്ഡ് മാതൃക എങ്ങനെ പ്രാവർത്തികമാക്കാം. ചൈന ഒരു വളരെ വ്യത്യസ്തമായ ഒരു രാജ്യമാണ്. കാരണം ഓരോ പ്രോവിൻസിലെയും വൈഡ് സ്പ്രെഡ് ആണ്. നമുക്ക് വളരെ വിശാലമായി പരന്നു കിടക്കുന്നിടത്ത് പ്രാദേശികമായ ഡിഫറെന്റ് സെന്റേഴ്സ്, പക്ഷെ ഇതിനൊരു ഏകോപന സ്വഭാവത്തിലേക്ക് കൊണ്ടുവരാനും ഉള്ള രീതിയിൽ ഡിസ്കസ് ചെയ്യുകയും ഒക്കെ ഉണ്ടായി. അപ്പൊ അതിനകത്ത് അവിടുത്തെ ഒരു ലീഡിങ് അപ്പൊ എല്ലാവരും മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എല്ലാവരും. അതിനകത്ത് ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ ഡോക്ടർ, ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് അവസാനമാകുമ്പോൾ മറന്നു. അതുകൊണ്ട് ഈ ഹോമിയോപ്പതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതേ വേറെ ഏതെങ്കിലും സിസ്റ്റങ്ങളോ അങ്ങനെ ഏതെങ്കിലും ഉണ്ടായിരുന്നു? ഇതിനകത്ത് പുറത്തു നിന്നുള്ള, അപ്പൊ ഞാൻ അത് വായിക്കാം. അതിനകത്ത് പ്രസന്റേഴ്സ് അവിടുത്തെ, അതായത് ജനറൽ സർജൻ, മെഡിക്കൽ ഡോക്ടർ, പിന്നെ മെഡിക്കൽ റിസർച്ചർ ഇൻ ഓങ്കോളജി, പിന്നെ മെഡിക്കൽ തെറാപ്പിസ്റ്റ് ഇൻ കാനഡ. അപ്പൊ അങ്ങനെ ഓങ്കോളജി സെന്റേഴ്സിലെ സീനിയർ ഡോക്ടേഴ്സ് ആയിരുന്നു പ്രസന്റേഴ്സ്. അപ്പൊ ഹോമിയോപ്പതിയില് വേറെ ഒരു അപ്പൊ സിസ്റ്റം അലോപ്പതിയും ഈ ഹോമിയോപ്പതി മാത്രമേ ഉള്ളൂ, ആയുർവേദം ഒന്നും ഉണ്ടായിരുന്നില്ല. ഒന്നും ഉണ്ടായിരുന്നില്ല. ഇല്ല.
അപ്പൊ ഇതിനകത്ത് അവര് ഹോമിയോപ്പതിയാണ് അവർക്കൊരു പുതുമയുള്ളത്. അപ്പൊ പെർഹാപ്സ് അവർ ആയുർവേദം വേറൊരു തലത്തിൽ അത് ഡിസ്കസ് ചെയ്യുമായിരുന്നിരിക്കാം. ഇതിനകത്ത് ആയുർവേദത്തിന്റെ ഒരു ഡിസ്കഷനെ വന്നിരുന്നില്ല. പിന്നെ ഇതിനകത്ത് കോംപ്ലിമെന്ററി ആൻഡ് ഓൾട്ടർനേറ്റീവ് മെഡിസിൻ എന്ന് വിദേശത്ത് പറയപ്പെടുന്ന സെന്റേഴ്സിലെ സീനിയർ ആയിട്ടുള്ള ഡോക്ടേഴ്സും ഈ പറഞ്ഞ 16 കൺട്രീസിലെ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ഫ്രാൻസിൽ എങ്ങനെയാണ്, സ്വിറ്റ്സർലൻഡിൽ എങ്ങനെയാണ്, കാനഡയിൽ എങ്ങനെയാണ് ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ക്യാൻസർ സെന്റേഴ്സിൽ എങ്ങനെയാണ് ഹോമിയോപ്പതി അവരുടെ ഒരു കാഴ്ചപ്പാട്, അതായത് അവരുടെ അനുഭവം ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമോ, ഒരു കുടക്കീഴിൽ ഡിഫറെന്റ് സിസ്റ്റം എങ്ങനെ കൊണ്ടുവരാം എന്നുള്ള ഒരു ആസ്പെക്ട് അവിടെ ചർച്ച ചെയ്യപ്പെട്ടു. അത് അല്ലാതെ വേറെ ഒരു തെറാപ്പിയും അവിടെ വന്നില്ല. പക്ഷെ അതിന്റെ ഒപ്പം തന്നെ അവിടെ ക്യാൻസർ സെന്റേഴ്സിൽ മേജർ ഓങ്കോളജിസ്റ്റുകളുടെ ഒരു പെർസ്പെക്റ്റീവില് അവര് ചൈനീസ് മെഡിസിൻ, അതായത് ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ, അത് TCM എന്ന് പറയുന്ന പ്രാക്ടീസസ്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഹോസ്പിറ്റൽസിലെ റെപ്രസെന്റേറ്റീവ്സും ഉണ്ടായിരുന്നു. അതായത് ബേസിക്കലി 2 തരം അവിടുത്തെ ഓങ്കോളജി ഡോക്ടേഴ്സ് 2 സ്ട്രീമിലാണുള്ളത്. ഒന്ന് പ്യൂർലി കൺവെൻഷണൽ ഓങ്കോളജിസ്റ്റ്, ഒന്ന് ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ പ്രാക്ടീസ് ചെയ്യപ്പെടുന്ന ഹോസ്പിറ്റൽസിലെ ഓങ്കോളജിസ്റ്റുകൾ. അവിടെ ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതായത് ക്യാൻസർ പേഷ്യന്റിന് അവർ അക്യൂപങ്ക്ചർ കൊടുക്കുന്നുണ്ട്, പിന്നെ അവരുടെ ട്രഡീഷണൽ ചൈനീസ് ഹെർബൽ മെഡിസിൻസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു 50-50 ആയിട്ടുള്ള ഒരു ഓഡിയൻസ് ആയിരുന്നു ഉള്ളത്. ഇപ്പൊ ഒറിജിനൽ കൺവെൻഷണൽ സെന്റേഴ്സിൽ കീമോ റേഡിയേഷൻ സർജറി മാത്രം. TCM ഹോസ്പിറ്റൽസിൽ ഈ കീമോ സർജറി ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ആ കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ ആ ടൈപ്പ് ഓഫ് ക്യാൻസേഴ്സിൽ ഹോമിയോപ്പതിയുടെ പകരമായിട്ട് TCM ഇപ്പൊ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളത്, അവിടെ ഹോമിയോപ്പതിനെ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ള ഒരു പോസിബിലിറ്റീനെ ആരായുക എന്നുള്ളതാണ് അവർ ഇതിനകത്ത് ഉദ്ദേശിച്ചിരുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു പെർഹാപ്സ് അവർ വേറൊരു സെഷനിലോ മറ്റൊരു അവസരത്തിൽ ആയുർവേദത്തിന്റെ ഒരു സാധനവും അവര് ആരായുന്നുണ്ടാവാം. പക്ഷെ അവർ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഈ ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ, കൺവെൻഷണൽ മെഡിസിൻ, ഹോമിയോപ്പതി, ഈ 3 ലേബിളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഇതിനകത്ത് അപ്പം അവരുടെ ഡിസ്കഷൻസിനകത്ത് വന്നത്, പിന്നെ അവിടുത്തെ ഈ മേജർ ഹോസ്പിറ്റൽസ് നമ്മൾ മനസ്സിലാക്കിയ വേറൊരു സാധനം, അവിടുത്തെ ഓങ്കോളജിസ്റ്റ് ഒക്കെ അവരുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഹയർ സ്റ്റഡീസ് ഒക്കെ വിദേശ യൂണിവേഴ്സിറ്റീസിലും അമേരിക്കയിലും ഒക്കെ തന്നെയാണ് പോയി പഠിച്ചിട്ടുള്ള കുറെ അധികം പേരുണ്ട്. പക്ഷെ പോയി പഠിച്ചു കഴിഞ്ഞിട്ട് അവർ തിരിച്ച് ചൈനയിലോട്ട് വന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് അവിടെ വളരെ മാർക്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അവര് ഓൾമോസ്റ്റ് 90% ഓർ 95% ഓഫ് ദി ഓഡിയൻസ് അവർ, കാരണം ഓരോരുത്തരും ഇൻട്രൊഡ്യൂസ് ചെയ്ത് സംസാരിച്ച് അവര് പറഞ്ഞു, ഐ ഡിഡ് മൈ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ ജോൺ ഹോപ്കിൻസ് അല്ലെങ്കിൽ പിന്നെ MD ആൻഡേഴ്സൺ. പക്ഷെ അവര് കഴിഞ്ഞ 10 വർഷം 15 വർഷമായിട്ട് ഇവിടെ തിരിച്ചു വന്നു. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവര് ഉദ്ദേശിക്കുന്നതും ഹോമിയോപ്പതിയുടെ ബിഗിനിങ്. അത് കഴിഞ്ഞിട്ട് ഹോമിയോപ്പതിയുടെ ഒരു സിസ്റ്റം അവരുടെ നാഷണൽ ഗൈഡ് ലൈനിൽ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട് യൂണിഫോം ആയിട്ടും എങ്ങനെ പ്രാവർത്തികമാക്കാം. അപ്പൊ അതിനകത്ത് അവരുടെ ഡിസ്കഷനകത്ത് കൊണ്ടുവരുകയും ചെയ്തു. ഹോമിയോപ്പതി അവര് മനസ്സിലാക്കി. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ പോയിന്റ്സ് അവര് വളരെ നന്നായി മനസ്സിലാക്കി എന്നുള്ളത്. അവരത് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി. ഹോമിയോപ്പതി ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ്. അപ്പോൾ ആ ഇൻഡിവിജ്വലൈസേഷൻ എന്നുള്ളപ്പോൾ നമുക്ക് ബ്ലൈൻഡ് ആയിട്ട് ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് മെഡിസിൻസ് കൊണ്ട് ക്യാൻസർ നമുക്ക് മാറ്റാൻ അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. അവിടെ പേഷ്യന്റ് സെൻട്രിക് ആണ്. അതുകൊണ്ട് തന്നെ അവര് റിസർച്ചിന്റെ പ്രാധാന്യവും അതിന്റെ ഒപ്പം തന്നെ ഡിസ്കസ് ചെയ്യപ്പെട്ടപ്പോൾ പറഞ്ഞത്, അപ്പൊ കൺവെൻഷണൽ ട്രീറ്റ്മെന്റ്സ് കൺവെൻഷണൽ മെഡിക്കൽ സിസ്റ്റംസ് ഫോളോ ചെയ്യുന്ന റിസർച്ച് സ്റ്റാൻഡേർഡ്സോ പാരാമീറ്റേഴ്സോ ഹോമിയോപ്പതിയിലോ അല്ലെങ്കിൽ ഇതേപോലത്തെ ഇന്റഗ്രേഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഒരു ഷോർട്ട് കമ്മിങ് ആണ്. പക്ഷെ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം അത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു തലത്തിലാണ് ശരിക്കും ഈ കോൺഫറൻസിന്റെ ഔട്ട്കം ആയിട്ട് വന്നത്. ആ കോൺഫറൻസിൽ 94 വയസ്സുള്ള ഒരു സീനിയർ ഓങ്കോളജിസ്റ്റ് സംസാരിച്ചു എന്നുള്ളത് എനിക്കൊരു വളരെ അതിശയം തോന്നിയ ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ ഏകദേശം 60 വർഷത്തെ എക്സ്പീരിയൻസ്, അപ്പൊ 94 ഇയേഴ്സ്. അദ്ദേഹം മൈക്ക് സത്യം പറഞ്ഞാൽ ഇല്ലാതെ തന്നെ, ആരും പിടിച്ചോണ്ട് വന്നില്ല,
വളരെ കൂളായിട്ട് വന്നു, 1 മണിക്കൂർ സംസാരിച്ചു, 1 മണിക്കൂർ നല്ല എനർജിയോടെ, പിന്നെ ക്വസ്റ്റ്യൻസും ടേക്ക് ചെയ്തു എന്നിട്ടാണ്. അപ്പൊ അദ്ദേഹം ഈ ഇന്റഗ്രേറ്റഡ് അപ്രോച്ചിനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. കാരണം ഇനിയുമുള്ള കാലത്ത് ഒരു സിസ്റ്റം, ഒരു കീമോ അല്ലെങ്കിൽ റേഡിയേഷനോ അല്ലെങ്കിൽ സർജറി ലിമിറ്റേഷൻസ് പറഞ്ഞുകൊണ്ട്, ചൈന പോലത്തെ വലിയ പോപ്പുലേഷനും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്കണോമിക് ഇതുള്ളപ്പോഴും ഒരുപാട് കോസ്റ്റ് കൺട്രോള് മെഷേഴ്സ് ഉപയോഗിക്കേണ്ടതുണ്ട് എന്നുള്ളതിൽ അണ്ടർലൈൻ ചെയ്യുമ്പോഴാണ് ഹോമിയോപ്പതിയുടെ ഒരു റോൾ അവിടെ വന്നത്. അപ്പൊ ഈ ഇൻഡിവിജ്വലൈസേഷൻ എന്നുള്ളൊരു ആസ്പെക്ട് നമുക്ക് സ്റ്റാൻഡേർഡൈസ് ചെയ്യുമ്പോൾ ഈ ഇൻഡിവിജ്വലൈസേഷന്റെ ഭംഗി പോവാതെ എങ്ങനെ ഇതിനെ ക്യാൻസർ പേഷ്യൻസിൽ അപ്ലൈ ചെയ്യാം. അപ്പൊ അത് ക്യാൻസർ ഡിസീസ് സെൻട്രിക് അല്ല, ക്യാൻസർ പേഷ്യന്റ് സെൻട്രിക് ആവണം. അതിനകത്ത് എങ്ങനെ ഇതിനെ ഉപയോഗിക്കാം, ഇതായിരുന്നു അവര് പഠിക്കാൻ ശ്രമിച്ചത്. അപ്പൊ പിന്നെ അവരുടെ റിസർച്ചേഴ്സിന്റെ നീഡ് പറഞ്ഞു. അതായത് നമ്മളൊരു ഹോമിയോപ്പതി അല്ലെങ്കിൽ ഏതൊരു പുതിയ സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇതിനെ ഒരു റിസർച്ചിന്റെ ഒരു ഡെഫിഷ്യൻസി പരിഹരിക്കപ്പെടണമെന്നും ഹൈ ക്വാളിറ്റി റിസർച്ചേഴ്സ് വരണമെന്നും ഇത് ഓരോ ടൈപ്പ് ഓഫ് ക്യാൻസറിൽ, അതായത് സ്റ്റേജ് 4 ക്യാൻസറിൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓർഗൻ ഇൻവോൾവ് ആയിട്ടുള്ള ക്യാൻസറിൽ അല്ലെങ്കിൽ ഇൻഓപ്പറബിൾ ആയിട്ടുള്ള ക്യാൻസർ ടൈപ്സിൽ അല്ലെങ്കിൽ കൺവെൻഷണൽ ട്രീറ്റ്മെന്റിൽ അവർക്ക് റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്ത കേസസിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്ന സൈഡ് എഫക്ട്സ്, ഡ്രഗ് റിയാക്ഷൻസ് ഉള്ളവര്, സെൻസിറ്റിവിറ്റി ഉള്ളവര്, ഇവരെയൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ റിസർച്ചിന് പ്രാധാന്യം കൊടുക്കണം. എന്നാൽ കൺവെൻഷണൽ ട്രീറ്റ്മെന്റ് റിസർച്ച് അവിടെ എടുക്കാൻ പറ്റത്തില്ല. വളരെ ലോങ് ടേം റിസർച്ച് കഴിഞ്ഞിട്ടേ നമുക്ക് അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഓരോ അതിനകത്ത് 50% ഓഫ് ഡോക്ടേഴ്സിന് മാത്രമേ ശരിക്കും പറഞ്ഞാൽ ഇന്റഗ്രേറ്റഡ് അപ്രോച്ചിനെ കുറിച്ചും അവർ ശരിക്കും അവെയർ ആണ് എന്നുള്ള കാര്യം അവരത് പങ്കുവച്ചു. അപ്പൊ അവർ ഫോക്കസ് ചെയ്യുന്നത് ട്രെയിനിങ്, റിസർച്ച്, പിന്നെ ഈ ബാക്കി 50%നെ സെൻസിറ്റൈസ് ചെയ്യുക. അങ്ങനെ 100% ഓങ്കോളജി ഡോക്ടേഴ്സിനെയും ഒരു ഇന്റഗ്രേറ്റീവ് ഓങ്കോളജിയിൽ, അതായത് മറ്റ് ഇതര ചികിത്സാ രീതികൾ സമന്വയിപ്പിക്കാനുള്ള സാധ്യതകളിലേക്ക് കൊണ്ടുവരിക. അതിനെന്ത് ചെയ്യാൻ പറ്റും? എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അക്കാഡമിക് മെഡിക്കൽ കോളേജസിൽ ഇത് ഫോക്കസ് ചെയ്യണമെന്നും എന്നൊക്കെയാണ് ഡിസ്കഷന്റെ ഒരു ഔട്ട്കം ആയിട്ട് വന്നത്. അപ്പൊ വളരെ സീരിയസ് ആയിട്ടുള്ള അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഒരു കോൺഫറൻസിൽ കഴിഞ്ഞിട്ട് ഈ അതായത് ആദ്യത്തെ ദിവസം ആദ്യത്തെ മണിക്കൂർ ഇരിക്കുന്ന ആള് അവസാനത്തെ ദിവസം അവസാനത്തെ മണിക്കൂർ വരെ ഇരിക്കുകയും അവരുടെയും ഇൻപുട്സും തന്നുകൊണ്ട് നേരത്തെ പറഞ്ഞ ഓരോരുത്തരുടെ പോയിന്റ്സും പറഞ്ഞുകൊണ്ട് മെറിറ്റും ഡീമെറിറ്റും അവർ കാണുന്ന കാഴ്ചപ്പാട്, അത് അങ്ങനെ ഓരോ ഇൻഡിവിജ്വലിനും ഇതിനകത്തൊരു വേർഡ് വന്നു എന്നുള്ളതും ഒക്കെ ഒരു വ്യത്യസ്തമായ ഒരു മാതൃകയായിട്ട് എനിക്ക് തോന്നി. അപ്പൊ അവിടെ ഒരു കോംപ്രിഹെൻസീവ് ക്യാൻസർ സെന്റർ കൊണ്ടുവരുമ്പോൾ യൂണിഫോം ആയിട്ട് ഒരു അംബ്രല്ലയുടെ കീഴിൽ എല്ലാ തെറാപ്പീസും കൊണ്ടുവരണം എന്നുള്ളത്, അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഇത് കൊണ്ടുവരണം, ഗവൺമെന്റ് റൺ ജനറൽ ഹോസ്പിറ്റൽസിൽ ഇത് കൊണ്ടുവരണം. എന്നാലേ ഇത് കോമൺ മാനിന് എല്ലാ കാറ്റഗറിയിലുള്ളവർക്കും ഇത് പ്രാപ്യമാവുകയുള്ളൂ എന്നുള്ളതുമൊക്കെ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട്, അതാണ് ഹോമിയോപ്പതിയുടെ ഒരു സാധ്യതകളായിട്ട് അവര് കണ്ടതും അവര് ഷെയർ ചെയ്തതുമായിട്ടുള്ള ഒരു പോയിന്റ്. പക്ഷെ ഇതിനകത്ത് നമ്മള് ഡോക്ടേഴ്സിന്റെ നോളജ് ഓപ്റ്റിമൈസ് ചെയ്ത് അവിടെ ഒരു ഇൻഡിവിജ്വലൈസേഷൻ ഫോക്കസ് ചെയ്യുമ്പോഴും പേഷ്യന്റിന് ക്വാളിറ്റി കോംപ്രമൈസ് വരാതെ നോക്കണം, പ്രിൻസിപ്പൽസ് കോംപ്രമൈസ് ചെയ്യാതെ നോക്കണം. പിന്നെ ഈ ഹോളിസ്റ്റിക് പെർസ്പെക്റ്റീവ് ശരിക്കും ഒരു എനർജി ലെവലിലുള്ള മെഡിസിൻ, ഹോമിയോപ്പതി പോലെ തന്നെ ചൈനീസ് മെഡിസിനും അത് ബിലീവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് അവർ കോമൺ പാറ്റേൺസ് കണ്ടു. പക്ഷെ എന്നാൽ പോലും ഹോമിയോപ്പതി കുറച്ചും കൂടെ വ്യത്യസ്തമാണ്. നമ്മുടെ പൊട്ടന്റൈസേഷൻ, ഡൈനമൈസേഷൻ അവർക്കൊരു പുതുമയായിരുന്നു. അവർ അതിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. അവർ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞു, അത് ഞങ്ങളുടെ ട്രഡീഷണൽ മെഡിസിനുമായിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ളതാണ്. അപ്പം നമ്മൾക്ക് ഇതിനകത്ത് എങ്ങനെ സ്റ്റാൻഡേർഡ് പ്രാക്ടീസസിന്റെ കൂടെ മൈൻഡ്ഫുൾനെസ് കൊണ്ടുവരാം. അതായത് പേഷ്യന്റിനെയും ഈ ഒരു മൈൻഡ്ഫുൾനെസ്സിൽ അവനവന് പറ്റിയ രീതി, അവനവന് സ്വീകാര്യമാക്കാൻ
രണ്ട് സിസ്റ്റത്തിന്റെയും മെറിറ്റ്സും ഡിമെറിറ്റ്സും അതിന്റെ ഡിസഡ്വാൻറ്റേജും അതിന്റെ പ്രോസും കോൺസും ഡിസ്കസ് ചെയ്ത് ഇതൊരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ട് കൊണ്ടുവരണം, നാഷണൽ ഗൈഡ് ലൈനിൽ കൊണ്ടുവരണം, യൂണിഫോം പാറ്റേൺ കൊണ്ടുവരണം. ഇത്രയും കാര്യങ്ങൾ അവര് കൃത്യതയോടുകൂടി പറഞ്ഞു. അപ്പോൾ അവിടെ അവിടുത്തെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൽ അത് ആദ്യം ഒരു സർവേ നടത്തണം, അവയർനെസ് കൂട്ടിക്കൊണ്ടുവരണം. അങ്ങനെ ഒരു ഫേസ്ഡ് മാനറിൽ ഓവർ ദ ഇയേഴ്സ് ഇതിനെ ഡെലിവർ ചെയ്യത്തക്ക രീതിയിൽ ചിന്തിക്കാം എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് ആ കോൺഫറൻസ് വൈൻഡ് ചെയ്തത്. അപ്പം ഇത്രയും ആണ് എനിക്ക് അതിനകത്ത് ഷെയർ ചെയ്യാനുള്ള പോയിന്റ്. അപ്പം എന്നെ സംബന്ധിച്ച് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയായിരുന്നു. കാരണം ചൈന ഹോളിസ്റ്റിക് ഹെൽത്ത് അവരുടേതല്ലാത്ത പ്രാക്ടീസസിലും ഓപ്പൺ ആണ് എന്നുള്ളത് ആദ്യത്തെ ഒരു കാര്യം. വളരെ നല്ലതായിട്ട്, വളരെ ഒട്ടും ക്രിട്ടിസൈസ് ചെയ്യാതെ മറ്റൊരു സിസ്റ്റത്തിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ആ ഒരു വേദിയിലുള്ള 1200 പാർട്ടിസിപ്പൻസും ശ്രദ്ധിച്ചു എന്നുള്ളതും നമുക്ക് കിട്ടിയ ഒരു വെൽക്കമിങ് ഒരു നോട്ടായിരുന്നു. അപ്പൊ അത് ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു അവര് ഹോമിയോപ്പതി അവരുടെ സിസ്റ്റത്തിൽ കൊണ്ടുവരാൻ ഹോമിയോപ്പതിയുടെ ഹോമിയോപ്പതിയുടെ കേട്ടറിവ് മാത്രമല്ല, അവിടുത്തെ ഡോക്ടേഴ്സിനെ ഹോമിയോപ്പതിയിലെ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്ന് ഓങ്കോളജിയിൽ ഇതിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇത്രയാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ അവര് കൃത്യമായിട്ടും ഹോമിയോപ്പതിയുടെ സ്കോപ്പ് ഈ പറയുന്ന കൺവെൻഷണൽ ട്രീറ്റ്മെന്റിന്റെ ലിമിറ്റേഷൻ വരുന്നിടത്ത് എന്നാൽ അതിന് പകരം വെക്കുന്ന രീതിയിലല്ല. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കൊണ്ടാണ് അത് വൈൻഡപ്പ് ചെയ്തത്. ഓക്കെ, വളരെ സന്തോഷം ഡോക്ടറെ. എന്തായാലും ചൈനയിൽ ഹോമിയോപ്പതി അംഗീകരിക്കപ്പെടട്ടെ. കൂടുതൽ ഇനിയിപ്പോ അവിടെ കോളേജ്, മെഡിസിൻ എല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് പ്രോജക്റ്റ് നടപ്പിലാക്കണം. എന്തായാലും അതിനെല്ലാം ഒരു നല്ല ഭാവി ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, അതിനകത്ത് ഒരു കാര്യം മനസ്സിലായത്, അവരുടെ ഡ്രഗ് മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഡ്രഗ് പോയിന്റില് അവര് കുറേയും കൂടെ സ്റ്റാൻഡേർഡൈസേഷൻ, പ്യൂരിറ്റിയും കൊണ്ടുവരുന്നത് അവിടെ മെക്കാനൈസ്ഡ് മെത്തഡോളജീസ്, റോബോട്ട്സും ഒക്കെയാണ്. അപ്പൊ കുറച്ചും കൂടെ ആക്യുറസിയും ഹ്യൂമൻ ഇതിന്റെ ലിമിറ്റേഷൻസ് ഓവർകം ചെയ്യാൻ ഉള്ള രീതിയിലാണ് അവരുടെ മെഡിസിനൽ മാനുഫാക്ചറിങ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ അവിടെ ഹോമിയോപ്പതിക് സിസ്റ്റവും ആ ഒരു സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിലുള്ള മാനുഫാക്ചറിങ് യൂണിറ്റ്സ് വരെ അവർ സെറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ മനോജ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. മനോജ് ഡോക്ടർക്ക് ഇതിൽ എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ഡോക്ടറെ സംസാരിച്ചു. നമ്മുടെ IFPH എന്ന പ്ലാറ്റ്ഫോം എത്രത്തോളം ഇഫക്റ്റീവ് ആണ് എന്ന് തെളിയിക്കുന്നതിനാണ്. കാരണം ഒരുപക്ഷെ ഇങ്ങനത്തെ സംഭവം നടന്നിട്ട് അധികം ഡോക്ടർമാരൊക്കെ മൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. ഉണ്ടാവല്ലോ? ഇല്ല, ആരറിഞ്ഞിട്ടും ഇല്ല. അപ്പോ നമ്മൾ ഉടനെ ഇമ്മീഡിയറ്റ് ആയിട്ട് ബിന്ദു ഇങ്ങനെ പോകുമെന്ന് പറഞ്ഞാൽ അന്നേ പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ എത്രയും ഇമ്മീഡിയറ്റ് ആയിട്ട്. കാരണം എന്താണ്, നമ്മൾ ഓരോരുത്തരെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്, വളർത്തുക എന്നുള്ളതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് ഉദ്ദേശിക്കുന്നത്. അത് അറിവ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട കാരണം എന്താണ്, 4.5 മില്യൺ ക്യാൻസർ കേസുകളിൽ 4 മില്യൺ ഡെത്ത് ആണ് പറയുന്നത്, അല്ലേ? അപ്പൊ അത്രത്തോളം വളരെ ഭീകരമായ ഒരു അവസ്ഥയാണ് അവരെ കുറിച്ച് ചിന്തിച്ചത്. മാത്രമല്ല, ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നു, വളരെ ഡിസിപ്ലിൻഡായ രാജ്യമാണ്. ഇപ്പൊ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നടക്കും. വളരെ പറഞ്ഞ കണക്കാണ്. എന്തോ 50% ആൾക്കാർ ട്രെയിനിങ്ങിലൂടെ, റിസർച്ചിലൂടെ, ബാക്കി അവയർനെസ്സിലൂടെ വെൽ കാൽക്കുലേറ്റഡ് ആയി കഴിഞ്ഞവർ എങ്ങനെ ചെയ്യണം തീരുമാനിച്ചു കഴിഞ്ഞു. മാത്രമല്ല, അത് അണ്ടർ ഓൺ നമ്പറല്ല. അവിടെ സമരം ചെയ്യാൻ ആരും ഉണ്ടാവില്ല, കൃത്യമായിട്ട് നടക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളതാണ്, ഏതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളത്. മാത്രമല്ല വേറെ കാര്യം എന്ത് പറയുന്നുണ്ട്, പുറത്ത് പോയി പഠിച്ചിട്ട് തിരിച്ച് അവിടേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇവിടെ ആണെങ്കിൽ പോയ വഴിയിൽ നമുക്കറിയാം, തിരുവനന്തപുരത്ത് ഒരു ഡയബറ്റീസ് സെന്റർ ഉണ്ട്. അവിടെ വളരെ വിദഗ്ധനായ ഡോക്ടറെ ഗവൺമെന്റ് തലത്തിൽ പഠിപ്പിക്കാൻ അമേരിക്ക വിട്ടു. എന്നിട്ട് അയാൾ ഇവിടുന്ന് രാജിവെച്ചിട്ട് പോയി. പേര് ഞാൻ പറയുന്നത് എല്ലാവർക്കും അറിയായിരിക്കും, അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സർവോപരി എനിക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം തോന്നിയൊരു കാര്യം വെച്ചാൽ, നമ്മുടെ ഡോക്ടർമാർ ഒരുപാട് ഇന്റർനാഷണൽ ലെവലിലേക്ക് പോകേണ്ടത്. ബിന്ദു ഡോക്ടർ പറഞ്ഞതിൽ നമ്മുടെ ബാക്കിയുള്ള ഡോക്ടേഴ്സിനെ വളരെ നിലവാരം അതിൽ പല കാര്യങ്ങളുണ്ടായിരുന്നു. ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ. കാരണം വേറെ ഒന്നുമല്ല, ത്രൂ ഇന്ററാക്ഷൻസ്.
നമ്മുടെ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ ഇല്ലാത്ത ഒരു പോയിന്റ്. ഇവരൊക്കെ നല്ല ബ്രെയിനാണ്. എന്തുകൊണ്ട് ഇഗ്നേറ്റഡ് ആയില്ല വെച്ചാൽ നമ്മുടെ സ്ഥാപനങ്ങൾ എത്ര പോരാന്നുള്ള. അപ്പൊ ഇവരൊക്കെ ഇപ്പോൾ ആളുകൾ ശരിക്കും പറഞ്ഞാൽ കോളേജുകളിൽ കയറുന്ന സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ UGC ആയിട്ട് പ്രൊവിഷൻ കൊണ്ടുവന്നു കഴിഞ്ഞു. പിന്നെ അഗ്രികൾച്ചർ കോളേജിൽ ഇപ്പൊ അടുത്ത വേറെ കൃഷിക്കാരനെ വിളിച്ചിട്ടുണ്ട് ക്ലാസ് എടുക്കാനായിട്ട്. ആരും കൊടി പിടിക്കാൻ പോയില്ല. അപ്പൊ ഇവരെയൊക്കെ പോലുള്ള പ്രഗത്ഭരായ ആൾക്കാരെ ശരിക്കും കോളേജുകളിലേക്ക് വിടുകയും അവിടെ ഡെവലപ്പ് ചെയ്യണം. ഒരു മെഡിക്കൽ ഓഫീസർ എന്ന നിലയ്ക്ക് ബിന്ദുവിന് ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും. അവിടെ കുറെ വിവരാവകാശം എഴുതേണ്ടി വരും, കുറെ മറ്റ് ഫയൽ നോക്കേണ്ടി വരും. ഇതൊക്കെ മാറി അതുപോലെ തന്നെ ഈ പറഞ്ഞ ഹോമിയോപ്പതി ഒരു നാഷണൽ മെഡിസിനിലേക്ക് കൊണ്ടുവരാന്നൊരു പോയിന്റ് ബിന്ദുവിടെ പറഞ്ഞു. അവരത് പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റാൻഡേർഡൈസേഷൻ. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പൊട്ടൻറ്റൈസേഷൻ മാത്രമല്ല, പക്ഷേ ഇൻഫിനിസ്മൽ ഡോസും അവർക്ക് അത്ഭുതമായിരിക്കണം. അതിനെക്കുറിച്ച് പറഞ്ഞു. മ്യൂട്ടാണ് ബിന്ദു, മ്യൂട്ടാണ്. അൺമ്യൂട്ട് ചെയ്യും. പറഞ്ഞു. കാരണം ഞാൻ അതിനകത്ത് നമ്മുടെ ഹോമിയോപ്പതിക് പ്രിൻസിപ്പൾസിന്റെ കൂടെ ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞ കാര്യമാണ് നമ്മളുടെ മിനിമം ഡോസിന്റെ ഒരു കാര്യം. നമ്മൾ അതിനകത്ത് ഇവൻ എല്ലാം പൊട്ടൻസീസിന്റെ കാര്യം നമ്മൾ യൂസ് ചെയ്യുന്ന ആ സ്കെയിൽസ് എല്ലാം പറഞ്ഞു. അപ്പം ആ മോർ മൈന്യൂട്ട് ആവുമ്പോഴാണ് കൂടുതൽ പ്രിസിഷൻ വരുന്നത് എന്നുള്ള ഒരു പോയിന്റ്. അതുകൊണ്ടാണ് അവരത് പറഞ്ഞത്. കോസ്റ്റ് എഫക്റ്റീവ്നെസ്, ചൈന പോലത്തെ കൺട്രിയിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് അവർ പറഞ്ഞു. അത് മാത്രമല്ല ഈ കാലാവസ്ഥകൾ അതിജീവിക്കാൻ കഴിയും മെഡിസിൻ. അങ്ങനെ ഗുണമുണ്ട്. ഇപ്പം ചൈൽഡ് ഡോക്ടർ ചോദിക്കണല്ലോ വേറെ സിസ്റ്റം ഉണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷെ നമ്മുടെ ഈ ഹോമിയോപ്പതി മെഡിസിൻ ലോകത്ത് ഏത് കാലാവസ്ഥയിൽ സർവൈവ് ചെയ്യാൻ കഴിയും. അങ്ങനെ കാര്യങ്ങളുണ്ട്. ആർക്കും കഴിക്കാനും പറ്റും. ഇതിന്റെ ലിറ്ററേച്ചർ കാലത്ത് അവൈലബിൾ ആണ്. അങ്ങനെയുണ്ട്. അപ്പൊ നമുക്ക് നല്ല സാധ്യതയുണ്ട്. പിന്നെ ഇസ്മായിൽ സേഡ് സാറുണ്ട്. സാറാണ് ആദ്യമായിട്ട് ഇന്ത്യക്ക് പുറത്തേക്ക് ക്യാൻസർ ചികിത്സയായിട്ട് പോയത്. ഹോമിയോപ്പതി സാറിനകത്തുണ്ട്. ഡോക്ടർ ശൈല ഡോക്ടർ. സാറ് റെസ്റ്റിലാണ്, കിടക്കുകയാണ്. സംസാരിക്കാൻ പറ്റുമെന്ന് സംസാരിക്കാം. ഓക്കെ സാറേ, കേൾക്കാമോ? കേൾക്കാം. കാഴ്ചയിൽ മാത്രം ഞാൻ കിടന്നിട്ടാണെന്ന് മാത്രമേ ഉള്ളൂ. ഇരിക്കാനുള്ള അനുവാദം എനിക്കില്ല. അതുകൊണ്ടാണ് എൻ്റെ എൽ ഫ്രാക്ചർ 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്. ലംബാർ ഫ്രാക്ചർ. ഇപ്പൊ തോറാക്സിക്ക് 11 കയറി പിടിച്ചിരിക്കുകയാണ്, മേപ്പോട്ട് കയറി പിടിച്ചിരിക്കുകയാണ്. അതൊരു കംപ്രസ് ഫ്രാക്ചർ ആയിട്ട് നിൽക്കുകയാണ്. ഇരുന്നാല് ആ ഫ്രാക്ചർ സ്കാറ്റേഡ് ആവും. അതിന് മുമ്പ് ഫീസ് ആവണം. അതിനുവേണ്ടി ഞാൻ കിടക്കാൻ പറയുന്നതാണ്. നിങ്ങളൊക്കെ ഒന്ന് എൻ്റെ ഡോക്ടർ എത്തി വന്നിട്ടുണ്ട് ഇവിടെ. ഇത് നോക്കിയിട്ട് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, സെൻസേഷനൊക്കെ അവിടെ എവിടെയൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. 2 ആഴ്ച കൂടെ കിടക്ക്. 2 ആഴ്ച പറഞ്ഞാലും നിങ്ങൾ 2 ആഴ്ചയല്ല, എൻ്റെ 2 ആഴ്ച. പുള്ളി വന്ന് കണ്ട 2 ദിവസം കഴിഞ്ഞ ശേഷമാണ് എന്ന് പറഞ്ഞിട്ട് പോയി. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞു. ഞാൻ കിടക്കാം. എൻ്റെ മകളെ കല്യാണം അടുത്ത മാസം 27-ാം തീയതിയാണ്. അതിന് ഓട്ടമുണ്ട്. അതൊക്കെ അതിന് നടന്നോളും, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഈ കോൺഫറൻസിന് പോയതിന്റെ പേരിൽ ബിന്ദു ഡോക്ടർ പോയതിന്റെ പേരിൽ ഞാനൊന്ന് മനസ്സിലാക്കുന്നത്, ഇന്ത്യയെ പോലെയുള്ള ജനസംഖ്യ ബഹുലമായ സ്ഥലം ഒന്ന് ചൈനയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സ്ഥലവും ചൈനയാണ്. ഇന്ത്യക്ക് 4-ഓ 5-ഓ സ്ഥാനമുള്ളൂ. അത് തന്നെ ആ ചൈനയിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് കിട്ടിയാൽ വളരെയധികം പോപ്പുലാരിറ്റി കിട്ടും, ഉറപ്പാണ്. കാരണം അവരെ ട്രഡീഷണൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഏറെക്കുറെ ആയുർവേദത്തിന്റെ പോലെയാണ് കാണുന്നത്. നമ്മൾ ആയുർവേദത്തിന്റെ അതേ രീതിയാണ് കാണുന്നത്. പച്ചമരുന്ന് ഇടിച്ചു പിഴിഞ്ഞ് കൊടുക്കുക എന്നൊക്കെ ഉള്ളത്. ഇത് ഹോമിയോപ്പതി നമ്മൾ സിംഗിൾ മെഡിസിനാണ്. പൊട്ടൻറ്റൈസേഷൻ ഉണ്ട്, ഡൈനാമിസേഷൻ ഉണ്ടെന്നൊക്കെ പറയുമ്പോഴേ കൂടുതൽ സ്കോപ്പ് ഉണ്ടാകാൻ ഒരുപാട് സാധ്യതയുണ്ട്. പിന്നെയും ഞാൻ പറഞ്ഞ ഡോക്ടർ ബിന്ദു അവിടെ കുറച്ച് കണക്ഷനായ സ്ഥിതിക്ക് ഫോളോപ്പ് ചെയ്യണം. ഫോളോപ്പ് ചെയ്തിട്ട് ഇവിടെ ഉള്ള കുറച്ച് ഡോക്ടർമാരെ കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കണം. അപ്പോഴേ അത് കുറച്ചുകൂടി മെച്ചപ്പെട്ട് വരുന്നത്. ഡോക്ടർ ബിന്ദുവിന് കിട്ടിയ അവസരം വളരെയധികം വലിയൊരു അവസരമാണ്. അത് നിർണായകമായിട്ട് അവരത് കാത്തു സൂക്ഷിച്ചു, വേണ്ട പോലെ ചെയ്തിട്ടുണ്ട്. ഇനിയും മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് ബിന്ദുവിനായിട്ടുള്ള അഡ്വൈസ്. ഒരുപാട് സാധ്യതയുണ്ട് കേട്ടോ. ചൈനയിൽ പറയുകയാണെങ്കിൽ ഇനി വന്ന് കിട്ടിയാൽ ലോകമെമ്പാടും ഹോമിയോപ്പതിക്ക് ഒരു ലിങ്കുണ്ടാവും. ഇപ്പം എല്ലായിടത്തും ഉണ്ടെങ്കിൽ തന്നെയാണെങ്കിലും അതൊക്കെ വളരെ കാരണം ചെറിയ സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ, 1-2 സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. അതെല്ലാം വ്യാപകമായ ഒരു തീരുമാനം ഉണ്ടാകണമെങ്കിൽ ചൈനയിൽ ഈ കോൺഫറൻസ് ഫലവത്തായി വരും. അതിന് ബിന്ദു ഡോക്ടർ ഫോളോപ്പ് ചെയ്യണമെന്നാണ് പറയാനുള്ളത്. ഞങ്ങളൊക്കെ സഹായം വേണമെങ്കിൽ ഞാൻ കൊടുക്കാം, കുഴപ്പമില്ല, ചെയ്തിട്ടൊന്നുമില്ല.
നമ്മൾ ഈ റിപ്പോർട്ടിൽ ജനറസ് എന്നൊരു വാക്കിനെ കുറിച്ച് പലപ്പോഴും എന്താണ് ജനറസ് അതറിയാൻ ഏഹ് സാർ നോക്കിയാൽ മതി. ജനറോസിറ്റി. സിറ്റി അതെ അതെ അതെ. ഓക്കെ. ഓക്കെ സാർ, എന്തായാലും ഈ റെസ്റ്റ് ആക്സിഡന്റ് ആയി റെസ്റ്റ് എടുത്ത് കിടക്കുന്ന ഈ സമയത്തും സാർ ആ ഹോമിയോപ്പതിയോട് കാണിക്കുന്ന ആത്മാർത്ഥതയ്ക്ക് വളരെ വളരെ നന്ദി സാറിന് പറയുകയാണ്. പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ കോൺഫറൻസ് ദുബായ് നടത്തിയപ്പോഴ് വീൽ ചെയറിലാണ് പോയത്. ഞാൻ വീൽ ചെയറിലാണ് പോയത്. അതിന്റെ ഫ്ലൈറ്റോട് കയറുമ്പോൾ കൈ സ്ലിപ്പായി പോയി. ബാക്കി ആള് പിടിച്ചില്ലാന്ന് ഞാൻ വീണ്ടും മരണത്തിൽ വീണ. വീണ്ടും സാർ കൊച്ചുങ്ങളാണെങ്കിൽ എളുപ്പം വീഴുകയാണ്. അതെ അതെ. നടക്കാൻ പഠിക്കുക സാർ. എന്തായാലും സന്തോഷം. എന്തായാലും വലിയ കുഴപ്പമൊന്നും വന്നില്ലല്ലോ, അത് വളരെ സന്തോഷം. ഇല്ല, 11 ഫാക്ടറി 11 D11 ചെറിയ ഫാക്ടറി കോമ്പാക്ട് ഫാക്ടറാണ്. അത് കിടന്നാലും ശരിയാവില്ല, അല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോകും. തീർച്ചയായിട്ടും കുറച്ച് ഇന്ന് ഡോക്ടർ കൊണ്ട് അരമണിക്കൂറോളം അതിനെപ്പറ്റി സ്പീച്ച് ചെയ്തു. എന്തുകൊണ്ട് ഞാൻ കിടക്കാൻ പറയുന്നുള്ള ഇതിൽ പുള്ളി പറഞ്ഞു അത് സ്കാറ്റേഡായിട്ട് നിൽക്കുക, 2-3 സ്പീച്ചായിട്ട് നിൽക്കുകയാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ നിങ്ങൾക്ക് ജീവിതം മുഴുവനും ബുദ്ധിമുട്ടായി പോകും. സർജറി ചെയ്താൽ ഫലവത്താവില്ല എന്നൊക്കെ പുള്ളി പറഞ്ഞു. സംസാരം 3 മണിക്കൂറിന്റെ കൂടെ ഉണ്ടായിരുന്നു. പഴയ ഡോക്ടറാണ്, ഇട്ടി വർക്കിస్తున్నాണ്. എന്തായാലും അഗാരിക്കസ് നല്ലതായിരിക്കും സാറേ. ഈ ഒരുപാട് വീഴുന്നതന്നെ നടക്കുമ്പോൾ ഒരു ഓക്വേർഡ്നെസ്സിന് അഗാരിക്കസ് നല്ല മെഡിസിൻ ആണ് എനിക്ക് തോന്നുന്നു. സാറിനോട് പറയുന്ന ആളല്ല, എന്നാലും സജസ്റ്റ് ചെയ്യാണ്. എന്താ പറയാൻ ആളില്ലാത്ത ആർക്കും പറയാം. എല്ലാം കൂടെ കേട്ടിട്ട് സാർ തീരുമാനിക്കും ഏത് കഴിക്കണം. തീർച്ചയായിട്ടും എപ്പോഴെങ്കിലും പറയാം. ഞാൻ സ്വീകരിക്കുന്ന ആളാണ് കേട്ടോ. ഓക്കെ, സ്വീകരിച്ചു കഴിഞ്ഞാൽ തുറന്ന് പറയാനും മടിയുള്ള ആളല്ല, തുറന്ന് പറയുകയും ചെയ്യും. ഓക്കെ സാറേ. ഇനി ആർക്കെങ്കിലും ബിന്ദു ഡോക്ടറോട് ഇന്നത്തെ വിഷയത്തിൽ എന്തെങ്കിലും സംശയങ്ങളോ ഇന്നത്തെ ആ ഒരു വിശദീകരണത്തിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹാൻഡ് റൈസ് ചെയ്ത് മുമ്പോട്ട് വരണം. അഭിപ്രായങ്ങൾ പറയാനുള്ളവര് ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക. അപ്പോഴേക്കും മനോജ് ഡോക്ടർ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. മനോജ് ഡോക്ടർ പറഞ്ഞ് ഡോക്ടർ പോയപ്പോഴേ അത് ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. IFPHൽ തീർച്ചയായിട്ടും ഇതൊരു ക്ലാസ് ബിന്ദു ഡോക്ടറെ കുറിച്ച് അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ തീർച്ചയായിട്ടും അത് കൊണ്ടുവരും എന്നുള്ളത്, അല്ലെങ്കിൽ കൊണ്ടുവരണം എന്ന് മനോജ് ഡോക്ടർ ആശിച്ചു എന്ന് പറഞ്ഞ പോലെ ബിന്ദു ഡോക്ടർക്ക് ഒരു അക്സെപ്റ്റൻസും അതുപോലെ നമ്മുടെ IFPHൽ എല്ലാവർക്കും ഇത് പെട്ടെന്ന് തന്നെ ആ ഒരു ഹോമിയോപ്പതിയിൽ ഉണ്ടായിരിക്കുന്ന ഒരു ലേറ്റസ്റ്റ് മൂവ്മെന്റ് ആണിത്. അത് പെട്ടെന്ന് തന്നെ എല്ലാവർക്കും അതിനെക്കുറിച്ചുള്ള ഒരു അറിവ് കിട്ടാനിടയായി. അതിൽ വളരെ സന്തോഷം. അത് ഡോക്ടർക്കുള്ള അക്സെപ്റ്റൻസും IFPHന്റെ വളർച്ചയ്ക്കും ഇത് സഹായമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും വളരെ സന്തോഷം. ഷഫീഖ് ഡോക്ടർ ബിന്ദുവിനെ പറ്റി എനിക്ക് പറയാനുണ്ടെങ്കിൽ, ഞാൻ ട്രിവാൻഡ്രത്ത് ഉള്ളപ്പോഴേക്ക് എനിക്ക് പരിചയമുണ്ട്. അന്ന് ഞാൻ ആ ഒരു കാലിബർ മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. ഉയർച്ചയിൽ വരുമെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് ബിന്ദു ഡോക്ടർ. അപ്പൊ എന്റെ അനുഗ്രഹങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവും. അതെ സാറേ, നല്ല മരങ്ങളിലെ നല്ല പഴങ്ങളും ഉണ്ടാകുന്നുണ്ട്. ബിന്ദുവിന്റെ അച്ഛൻ പ്രൊഫസറാണ്, യൂണിവേഴ്സിറ്റിയിലെ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു. താങ്ക് യു സർ, താങ്ക് യു സർ. സേട്ട് സാറിന്റെ അനുഗ്രഹം എല്ലാ കാലത്തും ഞാൻ വിലമതിക്കുന്ന ഒരു കാര്യമാണ് സർ. താങ്ക് യു. നമുക്ക് ഫോർട്ടിൽ വെച്ച് പരിചയപ്പെട്ടു നമ്മള്. അല്ലാതെ എനിക്കറിയാം. സേട്ട് സാറ് ഷഫീഖ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഷഫീഖ് ഡോക്ടർ എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. കേൾക്കാം ഡോക്ടർ. അല്ല, ബിന്ദു ജോൺ ഡോക്ടറുടെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ഇന്ത്യയിൽ നിന്ന് എത്ര ഓൺകോളജിസ്റ്റുകൾ ഉണ്ടായിരുന്നു? കാരണം ഇന്ത്യയിലാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഹോമിയോ വേൾഡിൽ ഏറ്റവും കൂടുതൽ ഫ്ലറിഷ് ചെയ്ത് നിൽക്കുന്നത് ഇന്ത്യയിലാണ്. അപ്പൊ ഇവിടെയുള്ള ഓൺകോളജിസ്റ്റുകൾ എങ്ങനെയായിരുന്നു റെസ്പോൺസ് നമ്മുടെ പേപ്പർ ഡോക്ടറുടെ പ്രസന്റേഷനിൽ? നമ്മുടെ ഇന്ത്യയിലും എസ്പെഷ്യലി കേരളത്തിൽ നിന്നുള്ള ഏതെങ്കിലും ഓൺകോളജിസ്റ്റുകൾ ഉണ്ടായിരുന്നെങ്കിൽ അവരുടെയും റെസ്പോൺസ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? സർ, അവിടുത്തെ ഓഡിയൻസില് ഇന്ത്യൻസ് ഇല്ലായിരുന്നു സർ. ഓഡിയൻസിലും പ്രസന്റേഴ്സിലും ഇന്ത്യൻസ് ഇല്ലായിരുന്നു. ഓക്കെ, അല്ല, നമ്മുടെ ഇവിടുത്തെ റെസ്പോൺസ് അറിയാൻ വേണ്ടി ചോദിച്ചെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ. ഇവിടെ അവിടെ കാനഡയിൽ നിന്നും ബാക്കി യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്ക, അങ്ങനെയുള്ള സ്ഥലത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ഈവൻ ആഫ്രിക്ക.
എനിവേ ഇന്ത്യയിൽ നിന്ന് ആരെങ്കിലും എസ്പെഷ്യലി കേരളത്തിൽ നിന്ന് ഉണ്ടായിരുന്നെങ്കിൽ അൺസയന്റിഫിക് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഒന്ന് അവിടെ പറഞ്ഞോ ഇല്ല എന്നുള്ള അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ഞാൻ മനഃപൂർവ്വം ചോദിച്ചതാണ്. കാരണം നമ്മളെ ഈ അൺസയന്റിഫിക് ആയിട്ട് ഹോമിയോപ്പതിയെ കാണുന്നത് ഇവിടെ ഉള്ളവരാണ്. ബാക്കി സാർ വേറെ ഈ അവിടെ ഓഡിയൻസ് ഈ പല 16 കൺട്രീസിൽ നിന്നുള്ളവരുണ്ടായിരുന്നു. അത് അവരവിടെ പറയുകയും ചെയ്തു. പക്ഷെ ആരും ഹോമിയോപ്പതിക്ക് അൺസയന്റിഫിക് ആണ്, കാരണം ക്വസ്റ്റ്യൻസ് ടേക്ക് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നു. പക്ഷെ ആരും അതിനെ ആ ഒരു രീതിയിൽ സംസാരിച്ചില്ല. അതിനൊരു സയന്റിഫിക് ആയിട്ടുള്ള കാരണം നമ്മളുടെ തന്നെ ഇപ്പൊ വിവിധ റിസർച്ചേഴ്സ് വിവിധ രാജ്യങ്ങളിൽ ഉള്ള ഇപ്പൊ ക്യാൻസർ സെന്റേഴ്സിലൊക്കെ ഉള്ള റിസർച്ചേഴ്സ് ഒക്കെ അവർ അവെയറാണ്. അപ്പൊ അതേക്കുറിച്ചുള്ള രീതിയിലൊക്കെയാണ് അവർ സംസാരിച്ചത്. അപ്പൊ അതുകൊണ്ട് ഇതൊരു അൺസയന്റിഫിക് എന്നുള്ളൊരു രീതിയിൽ ഒരു കമന്റ് പോലും വന്നിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, താങ്ക് യു. പിന്നെ വേറൊരു കാര്യം കൂടെ, നമ്മൾ ഡോക്ടർ ഇങ്ങനെയുള്ളതിലൊക്കെ പങ്കെടുക്കുമ്പോൾ അതിന്റെ പേപ്പേഴ്സ് എന്തെങ്കിലും നമ്മളെ ഇവിടുത്തെ ഗവൺമെന്റുകൾക്കോ ഇവിടെയുള്ള അതോറിറ്റീസിന് എന്തെങ്കിലും ഇത് ചെയ്യാറുണ്ടോ? ഇങ്ങനെ ഡോക്ടർ ഇതിലൊക്കെ എങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്റർനാഷണൽ ആയിട്ട് ഹോമിയോപ്പതിക്ക് വേണ്ടി റെപ്രസെന്റ് ചെയ്യുന്നു എന്നും അതിന്റെ എന്തെങ്കിലും തെളിവുകൾ നമ്മളെ ഇവിടുത്തെ ഗവൺമെന്റുകൾക്കോ അധികാരികൾക്കോ കിട്ടുന്നുണ്ടോ? സാർ ഇതിനെക്കുറിച്ചുള്ള പബ്ലിക്കേഷൻ ഒക്കെ ഏതെങ്കിലും ജേർണൽസ് ചോദിക്കുമ്പോൾ ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ അസോസിയേഷന്റെ മാഗസിൻസിലൊക്കെ കൊടുക്കും. അങ്ങനെ കൊടുക്കാറുണ്ട്. ഗവൺമെന്റിലെ ഒരു റിപ്പോർട്ടിംഗ് എന്നുള്ള രീതിയിൽ ഒരു പ്ലാറ്റ്ഫോംസ് വരും. ഇപ്പൊ നമുക്ക് ഇന്റർനാഷണൽ കോൺക്ലേവ് വന്നല്ലോ ഗവൺമെന്റ് ഓഫ് കേരള ഇവിടെ നടത്തിയ 2019 അന്ന് പ്രസന്റ് ചെയ്യപ്പെട്ട പേപ്പറിൽ പറയുകയൊക്കെ ഉണ്ടായി. മാത്രമല്ല അന്ന് ഡോക്ടർ മൈക്കിൾ ഫ്രാസ്, ഞാൻ അവിടെ വെച്ച് പരിചയപ്പെട്ട ഡോക്ടറാണ്. അദ്ദേഹത്തിനെ കൊണ്ടുവരാൻ പറ്റിയപ്പോ അദ്ദേഹവും പറഞ്ഞു ഞാൻ പ്രസന്റ് ചെയ്ത ഒരു പെർസ്പെക്റ്റീവിനെ കുറിച്ചും ഹോമിയോപ്പതിയുടെ ഡയമെൻഷനും ഒക്കെ അദ്ദേഹവും പറഞ്ഞു. എനിക്കും പറയാനൊരു അവസരം കിട്ടി ആ പ്ലാറ്റ്ഫോമിൽ. ഓക്കെ, താങ്ക് യു. ഓക്കെ ഡോക്ടറെ, ഷഫീഖ് ഡോക്ടർ പറഞ്ഞതിന്റെ കാരണം ഈ ഒരു ഒരു അൺസയന്റിഫിക് ആണെന്ന് പറയണമെങ്കിൽ കേരളത്തിലെയോ അല്ലെങ്കിൽ ഇന്ത്യയിലെയോ ഏതെങ്കിലും ഓങ്കോളജിസ്റ്റ് ഉണ്ടായിരുന്നെങ്കിലേ ചിലപ്പോ അത് പറയും. അതില്ല, അവരാരും ഇല്ലായിരുന്നല്ലോ. അവരുടെ ഭാഗ്യം. ചൈനക്കാരൊക്കെ അറിയായിരിക്കും, അതുകൊണ്ടായിരിക്കും അവര് വിളിക്കാൻ. ചൈനീസ് അവരുടെ പെർസ്പെക്റ്റീവില് മാഡം അവര് നമ്മളുടെ ഒരു ഹോമിയോപ്പതി, നമ്മളുടെ ഒരു എനർജി ലെവൽ, വൈറ്റൽ ആ ഒരു ആസ്പെക്റ്റില് ഇതൊക്കെ ബിലീവ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ് അവിടുത്തെ ഇത്. അപ്പൊ അതിനകത്ത് അവരുടെ ആ ഒരു ബേസിക് ബിലീഫിൽ നിന്നാണ് അവർ കൺവെൻഷണൽ ട്രെയിനിങ്ങിന് പോകുന്നത്. എങ്കിലും അവർ ആ ട്രെയിൻഡ് ആകുമ്പോഴും ഈ ഹോളിസ്റ്റിക് പോയിന്റ് അവർ കളയുന്നില്ല. അതുകൊണ്ടാണ് ഇതിനെ ക്വസ്റ്റ്യൻ. അതെ അതെ. ഓക്കെ, അടുത്തത് ഹരിഹരൻ സാർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഹരിഹരൻ സാറിലേക്ക് പോവാം. സാറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. ഞാന് ഡോക്ടർ വളരെ എന്തായാലും വളരെ ആശാവഹമാണ് ഡോക്ടറുടെ ഈ ചൈനയിൽ പോവുകയും ഇത് പ്രസന്റ് ചെയ്തതൊക്കെ വളരെ ആശാവഹമാണ്. പിന്നെ എനിക്കറിയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ പ്രസന്റ് ചെയ്ത ഈ പേപ്പറിൽ ഹോമിയോപ്പതിയുടെ ഏത് ഭാഗമാണ്, അതായത് ട്രീറ്റ്മെന്റിന്റെ ഭാഗമാണോ അതോ കോസിന്റെ ഭാഗമാണോ, കോസ് എന്താണ്, ആ രീതിയിലാണോ, അത് അങ്ങനെയാണോ ഡോക്ടർ പ്രസന്റ് ചെയ്തതെന്നാണ് എനിക്ക് അറിയേണ്ടത്. എന്നുവെച്ചാൽ ഹൗ ക്യാൻസർ, എങ്ങനെയാണ് ക്യാൻസർ ഉണ്ടാകുന്നത് ഒരു വ്യക്തിക്ക്. അവിടെ സാർ ഞാൻ എന്റെ പ്രസന്റേഷന്റെ ടോപ്പിക് അവര് കൃത്യതയോടുകൂടി തന്നിരുന്നു. ഇതിന്റെ പ്രിൻസിപ്പിൾസ്, ഹോമിയോപ്പതിക് പ്രിൻസിപ്പിൾസ്, ബേസിക് ഹോമിയോപ്പതിക് പ്രിൻസിപ്പിൾസ് എന്താണെന്നും പിന്നെ ആ ഹോമിയോപ്പതിക് പ്രിൻസിപ്പിൾസ് ക്യാൻസർ ട്രീറ്റ്മെന്റിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നും അതിന്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് നമ്മൾ നടപ്പിലാക്കുന്നതും അവിടെയാണ് നേരത്തെ മനോജ് സാർ പറഞ്ഞ ആസ്പെക്ട് ഒക്കെ വന്നത്. അപ്പൊ നമ്മൾ പ്രിൻസിപ്പൾസ് പറഞ്ഞു. പിന്നെ ക്യാൻസറിൽ ഹോമിയോപ്പതിയുടെ സ്കോപ്പ് ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്യാൻസേഴ്സിൽ, ക്യാൻസറിന്റെ ഏത് തലങ്ങളിൽ ഏത് ട്രീറ്റ്മെന്റ് അപ്രോച്ചിൽ നമുക്ക് മേർജ് ചെയ്യാമെന്നുള്ള ആസ്പെക്ട് രണ്ടാമത്തെ ഭാഗം. മൂന്നാമത്തെ ഭാഗം അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ വന്നപ്പോഴാണ് നമ്മൾക്ക് ഈ നമ്മുടെ ഇൻഡിവിജ്വലൈസേഷൻ എന്നുള്ള, അതായത് ഒരു ക്യാൻസറിന്റെ ടൈപ്പ് വെച്ചിട്ടല്ല, പക്ഷെ ആ പേഷ്യന്റ് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള പോയിന്റ്സിന് പ്രാധാന്യം കൊടുക്കുന്നു.
അവിടെ നമ്മൾ ഒരു മെഡിസിനൽ ആസ്പെക്റ്റില് ഡൈനമൈസ്ഡ് മെഡിസിൻ ആണ് കൊണ്ടുവരുന്നത്. അവിടെ നമ്മൾ മെഡിസിന്റെ ഡോസ്, അതിനകത്ത് സ്മോൾ ഡോസസിന്റെ പ്രസക്തി, ഇതെല്ലാം അതെല്ലാം പറയുകയുണ്ടായി. അപ്പൊ അതിനകത്ത് നമ്മൾ സാധാരണ ട്രീറ്റ്മെന്റിൽ, നമ്മളുടെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ കാണുന്ന തരം കേസസിൽ, ഏത് തരം കേസസിലാണ് നമ്മൾ ഇവിടെ കൂടുതലായിട്ട് അത് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ പറയാൻ കഴിയും. ഡോക്ടറെ, ഇത് ഈ ഹോമിയോപ്പതിക് സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയാം. അതായത് ഒരിക്കലും ഒരു മെഡിസിൻ ഒരു യൂണിഫോം ആയിട്ട് ക്യാൻസർ പേഷ്യൻസിന് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അതെ, അത് തന്നെയാണ് അവരും പറഞ്ഞത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അവർക്കത് മനസ്സിലായി പെട്ടെന്ന്. കാരണം അതുകൊണ്ടാണ് ഇൻഡിവിജ്വൽ, അപ്പൊ ഡോസ് ഡിപ്പെൻഡന്റ് എല്ലാം സാധനങ്ങളും ഓരോ കേസിൽ ഡിഫറെന്റ് ആയിരിക്കുമെന്നുള്ളത് അവരത് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ പറഞ്ഞത് ഈ കാര്യം നഷ്ടപ്പെട്ടു പോവാതെ. അപ്പൊ നമുക്ക് സ്റ്റാൻഡേർഡ് RCTസിൽ ഇത് അപ്ലൈ ചെയ്ത് റിസർച്ചിലെ ഡയമെൻഷനിൽ ഹോമിയോപ്പതിയിൽ സ്റ്റാൻഡേർഡ് റിസർച്ച് മോഡൽസ് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. എന്നിരിക്കലും ഇത് കളയാതെ നമുക്ക് ഇതിനെ എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പൊ റിസർച്ച് ആസ്പെക്റ്റിൽ ഡെവലപ്പ് ചെയ്യണം, ക്ലിനിക്കൽ ആസ്പെക്റ്റിൽ ഇൻഡിവിജ്വലൈസ്, അവിടെയാണ് ട്രെയിനിങ്, സെൻസിറ്റൈസേഷൻ ഒക്കെ വന്നത്. നമ്മുടെ ഈ ഇവിടുത്തെ ഹോമിയോപ്പതിക് റിസർച്ചിലെ ഒരു വലിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ, നമുക്കറിയാം, റാവു സാറിന്റെ ഒക്കെ ക്ലാസ്സുകൾ ഞാൻ കേട്ടിടത്തെല്ലാം മനസ്സിലായത് ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ മെത്തേഡ് ഓഫ് റിസർച്ച് ഇവിടെ നടക്കുന്ന മറ്റു റിസർച്ച് നടക്കുന്ന അതേ രീതിയിലുള്ള റിസർച്ച് ഹോമിയോപ്പതിക് റിസർച്ചിന് പറ്റിയതല്ല. എ ഡിഫറെന്റ് മെത്തേഡ് ഷുഡ് ബി അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ ഈ ഹോമിയോപ്പതിക്ക് ഇനിയുള്ള കാലത്ത് പിന്നെ ഇതിനെ അത് ശരിക്കും ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതിനെപ്പറ്റി ഡോക്ടർക്ക് എന്താ അഭിപ്രായം? അല്ല, ആ ഒരു പോയിന്റ് തന്നെയാണ് അവിടെയും ക്യാരി ഓവർ ചെയ്തത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ആ പ്രസന്റേഷൻ ഡിസ്കഷന്റെ ഭാഗത്തിൽ നമുക്ക് ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ക്യാൻസറിന് ഒരു കോമൺ റെമഡീസ് ഇല്ല എന്നും കോമൺ ഡോസ് അല്ല എന്നും പേഷ്യന്റ് ഡിപ്പെൻഡന്റ് ആയിട്ട് ഇത് മാറുമെന്നും, നമുക്ക് അതിനകത്ത് ഇപ്പൊ ഏജ് റിലേറ്റഡോ വെയിറ്റ് റിലേറ്റഡോ കൺവെൻഷണൽ കണ്ണുകളിലൂടെയുള്ള അപ്രോച്ച് അല്ല ഹോമിയോപ്പതി എന്നും എല്ലാം അവിടെ കൺവേ ചെയ്യപ്പെടുകയും ഡിസ്കസ് ചെയ്യപ്പെടുകയും ഉണ്ടായി. അപ്പൊ ഞാൻ ബിലീവ് ചെയ്യുന്നതും അത് തന്നെയാണ്. കാരണം ഹൈലി ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്. അതുകൊണ്ടാണ് ഹോമിയോപ്പതി ഒരു പേഴ്സണലൈസ്ഡ് ട്രീറ്റ്മെന്റ് മെത്തേഡായിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. മറ്റുള്ള സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾസ് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റാത്തതും അതുകൊണ്ടാണെന്നും കൃത്യമായി ബിലീവ് ചെയ്യുന്ന ആളാണ് ഞാൻ. വെരി ഗുഡ്. അതാണ് ഇതിനകത്തെ ഒരു പ്രൈം പോയിന്റ്. അതാണ് ഈ മറ്റു റിസർച്ച് ചെയ്യുന്ന രീതിയിലല്ല ഹോമിയോപ്പതിക് റിസർച്ച് വേണ്ടത്. അത് പക്ഷേ ഇവിടെ ഈ CCRH ഒന്നും അത് അംഗീകരിച്ചിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഈ CCRHന്റെ ഒക്കെ പേപ്പറുകളൊക്കെ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടേതായിട്ടുള്ള പ്രോട്ടോകോൾ രീതിയിൽ ഹോമിയോപ്പതിക്കൽ റിസർച്ച് ചെയ്താൽ ഇതെങ്ങും എത്തുകയില്ല. അതായത് നമ്മുടെ റിസർച്ച് എന്ന് പറയുന്നത്, ഹോമിയോപ്പതിക് റിസർച്ച് എന്ന് പറയുന്നത് വേറെ ഒരു മെത്തേഡാണ്. അതാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ടതും. ആ രീതിയിൽ വേണം ഇത് ഇംപ്രൂവ് ചെയ്യാനും എന്നാണ് ഡോക്ടറുടെ ഈ അപ്രോച്ച്. ഇതങ്ങോട്ട് പറഞ്ഞത് വളരെ നന്നായി. ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ഇത് അക്സെപ്റ്റ് ചെയ്യണം. UNO ഇത് അക്സെപ്റ്റ് ചെയ്യണം. UNO പ്രത്യേകിച്ച് വേറെ ഒരു സ്റ്റാൻഡേർഡ് മെത്തേഡ്, ഏത് സിസ്റ്റത്തിനും സെപ്പറേറ്റ് മെത്തേഡ് ഓഫ് വേണം, പ്രോട്ടോകോൾസ് വേണം. അതാണ് എങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ഓക്കെ, ഹരിഹരൻ സാറ്. മനോജ് ഡോക്ടർ വീണ്ടും ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഡോക്ടറെ പറയാനുള്ളത്? അല്ല, ഇത് ഹരിഹരൻ സാറ് പറഞ്ഞ പോലെ യഥാർത്ഥത്തിൽ സെപ്പറേറ്റ് മെത്തേഡ് ഉണ്ടല്ലോ. ബിന്ദു ഡോക്ടർക്ക് അറിയായിരിക്കും. ഡോക്ടർ ചന്ദ്രജ മുമ്പ് ഇതിനെക്കുറിച്ച് നമ്മുടെ പ്ലാറ്റ്ഫോം വന്നിട്ട് സംസാരിച്ചത്. അതായത് കേസ് സ്റ്റഡീസ് അല്ലേ ബിന്ദു, അങ്ങനല്ലേ? ഈ റാൻഡമൈസ് കൺട്രോൾ ട്രയൽ കേസ് സ്റ്റഡീസ് ആണ്. അതിന് പ്രത്യേകിച്ച് ഒരു ഇന്റർനാഷണൽ അക്സെപ്റ്റഡ് മെത്തേഡ് തന്നെ ഉണ്ട്. ഇറ്റ് ഈസ് അവൈലബിൾ. മാത്രമല്ല അതിന്റെ നമ്മുടെ CCRHന്റെ ഡൊമൈനകത്ത് അത് പറഞ്ഞിട്ടുണ്ട്. ഇല്ലേ, ധാരാളം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഇതുണ്ടല്ലോ പബ്ലിക്കേഷൻസ്. യഥാർത്ഥത്തിൽ നമുക്ക് ഇഷ്ടംപോലെ പബ്ലിക്കേഷൻസ് ഉണ്ട്. എന്താ പ്രശ്നം? നമ്മൾ വായിക്കുന്നില്ല.
നമുക്കറിയാം പല വേദികളിലും ഒഫീഷ്യൽ വേദികളിൽ പോലും മന്ത്രിമാരൊക്കെ പറഞ്ഞ ഹോമിയോപ്പതി റിസർച്ച് യഥാർത്ഥ ആവശ്യം പോലെ ഉണ്ട്, പക്ഷെ പറഞ്ഞു കൊടുക്കുന്നവർക്ക് അറിയില്ല എന്നുള്ളതാണ്. അപ്പം അവർക്ക് ചന്ദ്രൻ സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞു 6 മാസത്തേക്ക് 150 മുകളിൽ പേപ്പറിനകത്ത് വന്നിട്ടുണ്ട്. എത്ര പേര് കണ്ടിട്ടുണ്ട്? അവിടെ പ്രശ്നം. ഓക്കെ, താങ്ക് യു. ഓക്കെ മനോജ് ഡോക്ടറെ, നേരത്തെ ഷഫീഖ് ഡോക്ടർ ചോദിച്ച പോലെ നമ്മളെ ഈ സർക്കാരൊക്കെ ഈ ഇത്രയും ഹോമിയോപ്പതിയിൽ ചൈനയിൽ ഇങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നെന്നും ആ ഹോമിയോപ്പതിയെ റെപ്രസെന്റ് ചെയ്ത് ഇങ്ങനെ ഒരു ഡോക്ടർ പോയിരുന്നുവെന്നും ആരായാലും അപ്പൊ അങ്ങനെ പോയിരുന്നു എന്നും ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ ചൈനയിൽ വരെ നടക്കുന്നുണ്ടെന്നും ഒക്കെ നമ്മളെ അധികാരികളോടൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അതിനെന്തെങ്കിലും ഇങ്ങനെ ഒരു പെർമിഷനോ എന്തെങ്കിലും വാങ്ങിക്കുന്നത് ഡയറക്ടറേറ്റിൽ നിന്ന് ഗവൺമെന്റിലേക്ക് പോകുന്ന എന്തെങ്കിലും പരിപാടി ഉണ്ടോ? പോകും. നമ്മള് NOC വാങ്ങിച്ചിട്ട് തന്നെയാണ് പോകുന്നത് മാഡം. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ അവരുടെ പേപ്പറിൽ, അവരുടെ ഫയലിൽ ഇങ്ങനെ ഒരു സാധനമുണ്ട്. പിന്നെ എത്രത്തോളം അത് ഒരുപാട് പേര് അത് വായിച്ചിട്ടുണ്ടെന്നോ കണ്ടോന്നോ എനിക്കറിയത്തില്ല. പക്ഷെ ടെക്നിക്കലി ഇൻ ദ ഫയൽസ് അതുണ്ട്. അത് ഫയലിനകത്ത് തന്നെ ഇരിക്കും. അതെ. അപ്പൊ അതിന്റെ അവയർനെസ് ഇപ്പൊ ഇതുപോലുള്ളൊക്കെ പ്ലാറ്റ്ഫോംസ് വരുമ്പോഴല്ലേ, താല്പര്യമുള്ളവരുടെ ഒരു കൂട്ടായ്മ വരുമ്പോഴല്ലേ അവിടെ പോയി വന്നിട്ടുള്ള കാര്യം എന്താന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. ഷൈല ഡോക്ടറെ, ഞാൻ അതിന്റെ എഫർട്ട് നടത്തിയത് ഇതായില്ല. അതായത് സപ്ലിമെന്റ് വരുന്ന പത്രങ്ങളില് സപ്ലിമെന്റ് ഉണ്ടല്ലോ, അങ്ങനെയാണോന്ന് വന്നിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ താമസിയാതെ അന്നേക്കൊന്നും പ്രതീക്ഷിക്കുന്നത്. ഓക്കെ. ഇതിന്റെ ഈ ഡോക്ടറുടെ കയ്യിൽ നിന്നാണോ ഈ ചെലവുകളെല്ലാം, അതോ ഗവൺമെന്റ് എന്തെങ്കിലും ചെലവ് വഹിച്ചോ? ഗവൺമെന്റ് അല്ല ചെലവ് വഹിക്കുന്നത്. ഞാൻ എന്റെ കയ്യിൽ നിന്ന് തന്നെയാ ചെലവ് വഹിക്കുന്നത്. കാരണം അങ്ങനെ എപ്പോഴും അങ്ങനെ പോകുമ്പോഴാണല്ലോ ബുദ്ധിമുട്ട് കുറവ്. നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോ നമ്മൾ വേറെ അതിന് വേണ്ടിയിട്ട് ചെലവുകൾക്ക് നോക്കിയിരുന്ന അവസരം പിന്നെ കിട്ടുകയില്ല, പിന്നെ പോകാനും പറ്റിയെന്ന് വരത്തില്ല. അപ്പൊ അതുകൊണ്ട് കയ്യിൽ നിന്ന് തന്നെയാണ് സാർ എടുക്കുന്നത്. സെൽഫ് ഫൈനാൻസിങ്. ഓക്കെ. അതെ. അവിടെയാണ് നമ്മുടെ ഈ അസോസിയേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ ഡോക്ടറൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഇതുപോലുള്ള അസോസിയേഷൻസ് എല്ലാം ഹെൽപ്പ് ചെയ്യണം. ഇതുപോലുള്ള ഡോക്ടർമാരെ ഹെൽപ്പ് ചെയ്യണം. അത് നമ്മള് സാമ്പത്തിക ഒരു പ്രധാന ഘടകം തന്നെയാണ്. അവർക്ക് പോവാനും അവർക്ക് തിരിച്ചു വരാനും അറ്റ്ലീസ്റ്റ് പ്ലെയിൻ ഫെയർ എങ്കിലും നമ്മൾ കളക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അല്ലെ, ഈ വിളിക്കുന്ന അതോറിറ്റി ഒന്നും ചെയ്യില്ല അല്ലയോ ഡോക്ടറെ? ചെയ്യുക നമ്മൾ തന്നെയാണ് മാഡം. അവിടെ അതിനകത്ത് ഒരു കൺസ്ട്രെയിന്റ് ഉണ്ട്. നമ്മൾ എടുക്കുന്നതാണ് എപ്പോഴും അതിനകത്ത് അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ഒരു കാര്യം. അവരൊരു പ്ലാറ്റ്ഫോം ഇൻവൈറ്റ് തരും എന്നുള്ളത്. പിന്നെ പ്ലാറ്റ്ഫോം ഒരുക്കി തരും. പിന്നെ മാഡം ഇതിനകത്ത് വേറെ ടൈപ്പ് ഉണ്ട്. നമ്മളിപ്പോ പേപ്പർ കൊടുത്തിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന നമ്മളുടെ വേറെ തരം കോൺഫറൻസസ് ഉണ്ട്. ഇതിപ്പോ അവർ ഇൻവൈറ്റ് ചെയ്ത് പോയതാ. ഇപ്പൊ ഞാൻ ഇനിയും ഒരു കോൺഫറൻസിന് പോകുന്നത് എന്റെ പേപ്പർ അയച്ചിട്ട് അക്സെപ്റ്റ് ചെയ്ത്. അപ്പൊ അങ്ങനെയുള്ളതില് നമ്മൾ സത്യം പറഞ്ഞ ഒരു കോമ്പറ്റീഷൻ റൗണ്ട്, അതായത് ഒരു 400ഓളം പേപ്പറുകൾ ചെല്ലുമ്പോൾ അതിനകത്തുനിന്ന് ഒരു 20 പേപ്പർ എടുക്കുന്ന, അതിനകത്ത് നമ്മളുടെ പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് അതൊരു ഭയങ്കര പ്രിവിലേജ് ആണല്ലോ. അപ്പൊ ആ പ്ലാറ്റ്ഫോമിൽ അപ്പൊ നമ്മൾ പിന്നെ അവിടെയും നമ്മൾ കോസ്റ്റ് നോക്കത്തില്ല. ആ ഒരു അക്സെപ്റ്റൻസ് എന്നുള്ള ഒരു പ്രിവിലേജ് ആയിട്ട് എടുത്തുകൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്ത് പോകും. ഓക്കെ. അപ്പൊ ഇതിനൊക്കെ ഒരു പ്രിവിലേജ് എപ്പോഴെങ്കിലും ഡോക്ടർക്ക് ഉണ്ടാകും അല്ലെ ഉണ്ടാകണം എന്ന് ആശംസിക്കുകയാണ്. അത് കാത്തിരിക്കണ്ട ഡോക്ടർ. ഞാൻ 2003 ഇന്റർനാഷണൽ കോൺഫറൻസ് ദുബായ് നടത്തിയായിരുന്നു. അന്ന് എനിക്ക് ചിലവായത്, അന്നത്തെ കാലത്ത് എനിക്ക് വന്ന ചെലവ് 7 ലക്ഷം രൂപ ആയിരുന്നു. 7 ലക്ഷം രൂപ എൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ എടുത്തത്. മൊത്തം ആ കോൺഫറൻസിന് 12 ലക്ഷം രൂപ മുടക്കി. അതിന് ബാക്കി രൂപ പിരിഞ്ഞു കിട്ടി എനിക്ക്. ഒരു ഫാത്തിമ ക്ലിനിക്ക് ഒരാളുണ്ടായിരുന്നു, അതിനും കൂടെ വർക്ക് ചെയ്തിട്ടാണ് അത് ശരിയായി കിട്ടിയത്. 7 ലക്ഷം രൂപ ക്ലീനായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഞങ്ങളുടെ ഇല്ല. കാരണം അവര് ഈ ഡോക്ടർ പറഞ്ഞ പോലെ 18, 19 രാജ്യങ്ങളിൽ പ്രതിനിധികളുണ്ടായിരുന്നു സംസാരിക്കാൻ. ഞാൻ കയറി ചെന്നപ്പോൾ തന്നെ എനിക്ക് കയ്യടി കിട്ടുകയും ചെയ്തു. അതൊക്കെ ഞാൻ കാണുന്ന സ്വപ്നങ്ങൾ. ഓക്കെ സാറേ. ഷഫീഖ് ഡോക്ടർ എന്തോ പറയാൻ വീണ്ടും ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ
ചുരുക്കി പറയണേ നമ്മള്. പക്ഷേ സമയമുണ്ട്. ഇപ്പൊ ഈ ഇന്റഗ്രേറ്റഡ് തെറാപ്പിക്ക് WHO ഒക്കെ അംഗീകാരം കൊടുത്തിട്ടുണ്ട്. അപ്പൊ WHO പ്രതിനിധികൾ ആരെങ്കിലും ഇങ്ങനെയുള്ള ഇതിൽ ഉണ്ടായിരുന്നു? അവിടെ ചൈനയില് ഉണ്ടായിരുന്നില്ല സാറേ, WHO റെപ്രസെന്റേറ്റീവ് ഇല്ലായിരുന്നു. അവിടെ ചൈനീസ് ഓഡിയൻസും പിന്നെ വേറെ ഉള്ള അവർ ഇൻവൈറ്റ് ചെയ്ത കൺട്രീസിൽ നിന്നുള്ള ഓഡിയൻസും ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ ഡോക്ടർ ഇങ്ങനെയുള്ളതൊക്കെ പോകുമ്പോഴേ അതിനു മുമ്പ് ഒരു ചെറിയൊരു പ്രസ് മീറ്റ് ഒക്കെ വിളിച്ചാൽ കൊള്ളാം. ഒന്നുമില്ലെങ്കിൽ പത്രത്തിലെങ്കിലും വരും. അപ്പം അങ്ങനെയെങ്കിലും പബ്ലിക് അറിയും ഇങ്ങനെ ഹോമിയോപ്പതിയെ വേൾഡിൽ റെപ്രസെന്റേറ്റ് ചെയ്ത് പോകുന്നത് കേരളത്തിൽ നിന്നുള്ള ഡോക്ടറൊക്കെ ഉണ്ട് എന്നുള്ളത് അറിയും. ഹോമിയോപ്പതിക്കും അതൊരു ഡോക്ടറെ അത് ഡോക്ടറല്ല ചെയ്യണ്ടേ, ഡോക്ടറല്ല അല്ല ചെയ്യണ്ടേ, അല്ല ഡോക്ടർ അല്ല സംഘടനയുള്ള രീതിയിൽ ചെയ്താലും മതി. പക്ഷെ സംഘടനകൾ അതിന് ചെയ്യണം, സംഘടനകൾ ചെയ്യണം, പ്രൊജക്ട് അല്ലാതെ ചെയ്യണം. അല്ല ഡിപ്പാർട്ട്മെന്റിനും അത് കൊടുക്കാന്നുള്ളതേ ഉള്ളൂ. ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഒരു ഡോക്ടർ അങ്ങനെ പോകുമ്പോൾ അത് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അതൊക്കെ അതൊക്കെ ഒന്ന് പറയണം. ഈ പറഞ്ഞാലൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ട കാര്യങ്ങളല്ല. പക്ഷെ നമ്മൾ പറഞ്ഞാലേ ഇതൊക്കെ ചെയ്യൂ. അതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ. അപ്പൊ ഈ ഒരു ഇന്നത്തെ ഒരു ഇത് എന്താണ് പ്രോഗ്രാമിന്റെ കാര്യമെങ്കിലും കൊടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഇന്നത്തെ പ്രോഗ്രാം വെച്ച് എന്തെങ്കിലും പത്രത്തിൽ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് കൂടി ഒന്ന് ആലോചിക്കാം. അല്ലെങ്കിൽ പിന്നെ നേരത്തെ മനോജ് ഡോക്ടർ പറഞ്ഞ പോലെ മനോജ് ഡോക്ടർ ശ്രമിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അതും നോക്കാം. തീർച്ചയായിട്ടും ഇതെല്ലാം ജനങ്ങൾ അറിയപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ജനങ്ങൾ പേപ്പറിൽ കൊടുത്താൽ വരും കേട്ടോ, പേപ്പറിൽ കൊടുത്താൽ വരും. നാളെ തന്നെ കൊടുക്കണത്. സാറേ അത് ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ചെയ്യാനുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് കൊണ്ട് കളയാൻ നമ്മളിപ്പോ സംഘടന അങ്ങനെ വിടാൻ പാടില്ല ഡോക്ടർ. സാറേ അത് അങ്ങനെ വിട്ടാൻ പറ്റില്ല. ചെയ്യിക്കാന്നേ ഞാൻ പറഞ്ഞ നമ്മൾ ചെയ്യിപ്പിക്കാൻ ഇതൊന്നും ഇല്ലാക്കാൻ ശ്രമിക്കണം. പറ്റാൻ ഞാൻ ചെയ്ത് എനിക്ക് ഡിപ്പാർട്ട്മെന്റ് വന്ന് സാറേ ഞാൻ ഇത് വേൾഡിലെ സ്വന്തം തന്നെ കയ്യിൽ നിന്ന് മുടക്കിയിട്ടാണ്. ഞാൻ കണക്ക് പറയില്ല, ഇവിടെ പല ഡോക്ടർമാരും ഞാനാ കൊണ്ടുപോയത് എന്റെ പൈസ മുടക്കിയിട്ട്. ഞാൻ പറഞ്ഞത് വേൾഡിൽ നിന്ന് ഹോമിയോപ്പതിയെ റെപ്രസെന്റേറ്റ് ചെയ്ത് ഒരു ഡോക്ടർ കേരളത്തിൽ നിന്ന് പങ്കെടുക്കുമ്പോൾ എന്തുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ് ഇതൊന്ന് ഇത് ചെയ്തുകൂടാന്നാണ് ഞാൻ ചോദിക്കുന്നത്. വായിക്കുമ്പോ എടാ ഇത് നമ്മള് കൊടുക്കേണ്ടതായിരുന്നില്ലേ എന്ന് അവർ ചിന്തിക്കട്ടെ. ഇനി എന്താണെങ്കിലും ഡോക്ടർ പോണതിന് മുമ്പ് IFPH അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് നമ്മൾ എടുക്കാൻ ശ്രമിക്കാം. നാളെ തന്നെ വാർത്ത കൊടുക്കട്ടോ ഡോക്ടറെ. നാളെ തന്നെ വാർത്ത കൊടുക്കേ. കൺവീനർ ഇരിപ്പുണ്ട് ഡോക്ടർ മനോജ്. മനോജ് കൊടുക്കുന്നുണ്ട് എന്റെ റിക്വസ്റ്റ് ഉണ്ട്, ഒന്ന് കൊടുക്കട്ടോ, നാളെ കൊടുക്കേ. ഒരു കാര്യം എനിക്കപ്പം മനസ്സിലായി, ആരും പേപ്പർ നോക്കാറില്ലെന്നുള്ളതാണ്. ആപ്പാടെ വരണമെങ്കിൽ അല്ല ബിന്ദു ജോൺ ഡോക്ടറുടെ ഒരു ഇത് ഞാൻ പത്രത്തിൽ ഒരു തവണ കണ്ടു. അത് ആവർത്തിക്കണമെന്ന് ഞാൻ പറഞ്ഞതാണ്. അത് പക്ഷെ ഡിപ്പാർട്ട്മെന്റ് തലത്തിലായിരുന്നു അത് കൊടുത്തത്. അതുകൊണ്ട് മനോജ് സാർ എപ്പോഴും കൊടുക്കാറുണ്ട്. കഴിഞ്ഞ തവണ സ്വിറ്റ്സർലൻഡിലെ കാനഡയില് പോയതും ഗ്രീസിലെ ഇതും ചൈനയിലെ എല്ലാം മനോജ് സാർ കൊടുത്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അത് കൊടുക്കുന്നുണ്ടോ അതല്ല പറഞ്ഞത്. ഇത് വ്യത്യസ്തമായ ഒരു വിഷയം. ചൈനയിൽ സംയോജിത ചികിത്സ നടപ്പിലാക്കുന്നത് വ്യത്യസ്തമായ ഒരു വിഷയമല്ലേ. അത് തീർച്ചയായിട്ടും വരേണ്ടതാണ്. ഡോക്ടറെ അത് മനോജ് ഡോക്ടർ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഇടുന്നുണ്ട് ആ പേപ്പർ കട്ടിങ്സ്. പക്ഷെ പലരും കാണുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതിലിടുന്നത് പോലും കാണുന്നില്ല. നമ്മുടെ സമൂഹത്തിന്റെ റെസ്പോൺസ് ഞാൻ പറഞ്ഞതാണ്. അല്ല എങ്കിലും പബ്ലിക് കുറച്ച് കാണുമല്ലോ ഡോക്ടറെ. ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ പബ്ലിക് കാണുമല്ലോ. പബ്ലിക് കണ്ടാൽ മതി. ചെയ്യാനുള്ള സമയമായി. ഓക്കെ. അപ്പോ ഇന്ന് വളരെ തിരക്കുള്ള ബിന്ദു ജോൺ പുൽപ്പറമ്പിൽ ഡോക്ടർ നമുക്ക് വേണ്ടി ഇത്രയും സമയം മാറ്റിവെച്ചു. നല്ല ഒരു വിവരണം യാത്രയെക്കുറിച്ച്, അവിടെ നടന്ന മീറ്റിങ്ങിനെ കുറിച്ചും പറഞ്ഞു. ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് വേണ്ടി ഡോക്ടർ ജയലളിത ഉമേഷിനെ ക്ഷണിക്കും. ജയലളിത ഡോക്ടർ ഉണ്ടോ? ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? ഓക്കെ, ഒന്ന് മുഖം കാണിച്ച നല്ല കാര്യം. എനിക്ക് ഇവിടെ നോക്കിയിട്ട് ഇത് കേട്ടിട്ട് എനിക്ക് അഭിമാനമാണ് തോന്നണം നമ്മളുടെ ഹോമിയോപ്പതിയുടെ ഇത്. പക്ഷെ അത് സമൂഹം അറിയണം എന്നുള്ളത് എന്റെയും ഒരു ആഗ്രഹം. കാരണം നമ്മളിടക്ക് ആ പബ്ലിക് ഹെൽത്ത് ബില്ലും ആ കാര്യങ്ങളൊക്കെ വന്ന സമയത്തൊക്കെ ഒരുപാട് നമ്മളെ ഇട്ട് താത്തിയതും ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ ഒരു കാര്യം നമ്മൾ മുന്നോട്ടിലോട്ട് ഇടുമ്പോ അതിനൊരു ഭയങ്കര ഒരു വാല്യൂ ഉണ്ട്.
അപ്പൊ എന്തായാലും ബിന്ദു ഡോക്ടറെ ഭയങ്കര സന്തോഷം തോന്നുന്നു എനിക്ക്. ഒരു അഭിമാനമാണ് ഡോക്ടർ ഹോമിയോപ്പതിയുടെ. എന്തായാലും ഇത് നിലനിൽക്കട്ടെ. APHന്റെ പേരില് നന്ദി അറിയിക്കുന്നു. താങ്ക് യു. താങ്ക് യു കെ. മാഡം. ജയലളിത ഡോക്ടറെ നന്ദി. എന്തായാലും ഇനിയും ഡോക്ടർ ഒത്തിരി പല രാജ്യങ്ങളിലും വിസിറ്റുകൾ നടത്തുകയും പേപ്പർ പ്രസന്റേഷനും അതുപോലെ തന്നെ ഇത് ഹോമിയോപ്പതിയുടെ പ്രചാരം വർദ്ധിപ്പിക്കുന്നതിനുള്ള യാത്രകളൊക്കെ നടത്തുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നുണ്ടായിരുന്ന എല്ലാ ഡോക്ടേഴ്സിനും ഒരിക്കൽ കൂടി നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് ഇന്നത്തെ മലയാളം സെഷനോട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം. താങ്ക് യു മാഡം. എല്ലാവർക്കും നന്ദി. ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ഒരുക്കിയ IFPHന് പ്രത്യേകം നന്ദി. താങ്ക് യു സോ മച്ച്. ഓക്കെ. എല്ലാവരും അനുഗ്രഹം ഉണ്ടാവട്ടെ. താങ്ക് യു സർ. താങ്ക് യു.